കഥ 20-ാം നൂറ്റാണ്ട്. ഇരുപതാം നൂറ്റാണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. എനിക്ക് മറക്കാനാവാത്തൊരു കഥയാണ്. എനിക്കൊരു സമ്മാനം നേടിത്തന്ന കഥയാണ്. ഒരിക്കലും വിസ്മരിക്കാനാവാത്തൊരു പാരിതോഷികം നേടിത്തന്ന കഥയാണ് 20-ാം നൂറ്റാണ്ട്. ഈ കഥ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് 1975 നവംബർ 25-ാം തീയതി. നോക്കണം, അത്ര കൃത്യമായിട്ട് ആണ്ട് മാസം ഒക്കെ കണക്കാക്കി വെച്ചിരിക്കുന്നു, ഓർത്തു വെച്ചിരിക്കുന്നു. അത് മറക്കാനാവാത്തൊരു കഥാപ്രസംഗ കഥയാണ് 20-ാം നൂറ്റാണ്ട്. അന്ന് നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ എന്നൊരു ദുരവസ്ഥ നിലവിലിരിക്കുന്ന കാലമാണ്. 70 കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ സംസാരിക്കാമെന്ന് പറഞ്ഞ കാലം. നമ്മളിപ്പോൾ 75 കോടിയുണ്ട്. 10 വർഷത്തിനുള്ളിൽ 5 കോടി കൂടെ വർദ്ധിച്ചു. അപ്പോൾ എത്ര നിരോധിച്ചാലും വലിയ പറയത്തക്ക പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്നു. അന്ന് 70 കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ, പ്രധാനമന്ത്രി മാത്രം സംസാരിക്കാമെന്ന് പറഞ്ഞ കാലം. നല്ല കാര്യമാണ്. 70 കോടി ജനങ്ങളും നാവടക്കി മൃഗങ്ങളെപ്പോലെ പണിയെടുത്തോളും, ഒരാൾ സംസാരിക്കും. പക്ഷേ അതിലൊരു വലിയ പെശകുള്ളത്, ആ തീരുമാനം എടുത്തപ്പോൾ ക്യാബിനറ്റ് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ആ തീരുമാനം അടുത്ത ദിവസം അനൗൺസ് ചെയ്തപ്പോഴാണ്. പ്രസിഡന്റിനോട് ഒപ്പിടാൻ പറഞ്ഞു, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. പിറ്റേന്ന് അനൗൺസ് ചെയ്തപ്പോൾ മാത്രമാണ് ക്യാബിനറ്റ് അംഗങ്ങൾ അറിയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനാധിപത്യവാദികൾ പറഞ്ഞു, ഇത് ഏകാധിപത്യമാണ്, ഇത് സ്വേച്ഛാധിപത്യമാണ്, ഇത് ഫാസിസത്തിൻ്റെ തുടക്കമാണ്. അത് ആർക്കും തുറന്നു പറയാനും പാടില്ല. അതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഇത് ഭംഗ്യന്തരയാണെങ്കിലും ഇത് പരോക്ഷമായിട്ടെങ്കിലും പറയണമെന്ന് കരുതി സെലക്ട് ചെയ്ത കഥയാണ് 20-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ട് അവതരിപ്പിച്ചപ്പോൾ ആ കഥ കേൾക്കാൻ ആവേശത്തോടെ ജനങ്ങൾ കൂടി. വളരെ ദൂരസ്ഥലത്തൊക്കെ ചെറുപ്പക്കാർ കാർ പിടിച്ചും സൈക്കിളെടുത്തും വളരെ ആവേശത്തോടെ വന്നുകൂടി. നിങ്ങളെപ്പോലുള്ള ബഹുമാനപ്പെട്ട കഥാപ്രസംഗ ശ്രോതാക്കൾ മാത്രമല്ല സുഹൃത്തുക്കളെ, 20-ാം നൂറ്റാണ്ട് കേൾക്കാൻ അന്ന് കൂടിയത്. അന്നത്തെ സർക്കാരും വന്നു. അടിയന്തരാവസ്ഥ സർക്കാർ കഥാപ്രസംഗം കേൾക്കാൻ വന്നു. ഒരു സർക്കാരിനും കഥാപ്രസംഗം കേൾക്കേണ്ടി വന്നിട്ടില്ല. അന്നത്തെ സർക്കാർ കഥാപ്രസംഗം കേൾക്കാൻ വന്നു. സർക്കാർ ഇത് കേട്ടിട്ട് പറഞ്ഞു, കൊള്ളാം, സാം വിശ്വൻ്റെ കഥാപ്രസംഗം കൊള്ളാം, ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ 10 മാസത്തേക്ക് എനിക്കൊരു മുറി കിട്ടി, വാടകയില്ലാതെ. ശാപ്പാടും കിട്ടി, നല്ല ശാപ്പാട്, ഉണ്ട, ഗുണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ. കിടക്കാൻ്റെ പുൽപ്പ, പിന്നെ ഒരു തലയണം കിട്ടി, ഇലയപ്പം പോലൊരു തലയണ. ഒരു മുറിക്കകത്ത് ഞങ്ങൾ 5 പേര്. എന്നെ ആദ്യം കൊണ്ടുപോയത് 1976 മാർച്ച് 10-ാം തീയതിയാണ്. 17-ാം തീയതി വരെയുള്ളൊരു അനുഭവമാണ് ഈ പറഞ്ഞത്. ഈ ഒരു മുറിക്കകത്ത് 5 പേരെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും ഉണ്ട്, എല്ലാ തരക്കാരും ഉണ്ട്. RSSകാരനുണ്ട്, നക്സലൈറ്റുകാരനുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്. ഏകോദര സഹോദരങ്ങളെപ്പോലെ കീരിയും പാമ്പും സുഖമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. അതായിരുന്നു കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സർക്കാരിന് എന്നോടൊരു അലിവ് തോന്നി. എനിക്ക് A ക്ലാസ് തന്നു, A ക്ലാസ്സിലേക്ക് മാറ്റി. ഈ ജയിലിൽ A ക്ലാസ് ഉണ്ടല്ലോ, ദോഷം പറയരുത്, അത് കൊള്ളാം. ഒരാൾക്ക് വേണ്ടി ഒരു മുറി, കട്ടിലും മെത്തയും മസ്കിറ്റോ നെറ്റും, വായിക്കാൻ പുസ്തകങ്ങളും, നല്ല ചാപ്പാടും. ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു ധീരകൃത്യം അവതരിപ്പിക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ഖ്യാതി നേടാൻ വേണ്ടിയല്ല. ഈ കഥ അത്തരത്തിൽ എനിക്കൊരു ബഹുമതി നൽകി എന്ന് പറയുകയാണ്. ഈ കഥയ്ക്കുള്ള പ്രാധാന്യം അതാണ്. എന്നാൽ ഈ കഥയ്ക്ക് അകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല. ഇത് ഇന്ത്യയുടെ കഥയാണ്. ഇത് എൻ്റെയും നിങ്ങളുടെയും ഇന്ത്യയുടെയും കഥയാണ്. ഇന്ത്യയുടെ കഥയാകുമ്പോൾ ഇതൊരു മഹാകാവ്യമാവേണ്ടതാണ്. പക്ഷേ ഇതൊരു ഖണ്ഡകാവ്യമാണ്. കാരണം 20-ാം നൂറ്റാണ്ടെന്ന് പേരിട്ടിരിക്കുന്നെങ്കിലും ഒരു വ്യാഴവട്ടത്തിൻ്റെ കഥയേ ഉള്ളൂ. 20-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 1900 മുതൽ 2000 ആണ്ട് വരെയാണല്ലോ. ആ കാലയളവിൻ്റെ പേരല്ലേ 20-ാം നൂറ്റാണ്ട്. ഇത് 1950 മുതൽ 62 വരെയുള്ള ഒരു വ്യാഴവട്ട കാലഘട്ടത്തിൻ്റെ കഥ. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി നമുക്കൊരു ഭരണഘടന ഉണ്ടായത് 50-ലാണല്ലോ. 50 മുതൽ 62 വരെയുള്ള ഒരു വ്യാഴവട്ട കാലഘട്ടത്തിൻ്റെ കഥ പറയാൻ വിമൽ മിത്ര എന്ന ബംഗാളി നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത് ഒരു നാടക നടിയുടെ ജീവിതമാണ്. അതിസുന്ദരിയായ ഒരു നാടക നടി, കുന്തി ഗുഹ എന്ന നാടക നടിയുടെ ജീവിതം ചിത്രീകരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, അത് എൻ്റെയും നിങ്ങളുടെയും ഇന്ത്യയുടെയും ഒരു വ്യാഴവട്ടക്കാലത്തെ കഥയായിത്തീരുന്നു. കഥ നടന്നത് കൽക്കത്തയിലാണ്. വിമൽ മിത്ര എന്തെഴുതിയാലും കൽക്കത്തയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. തിരക്ക് പിടിച്ച കൽക്കത്ത നഗരത്തിൻ്റെ തിരക്ക് കുറഞ്ഞ ഒരു തെരുവീഥിക്കരികിൽ ഇതാ ഒരു കെട്ടിടം ഉയർന്നു നിൽക്കുന്നു. ഒരു പുതിയ കെട്ടിടം തലയുയർത്തി നിൽക്കുന്നു. നൂതന നിർമ്മിതിയാണ് അത്യാധുനികം.
പിന്നിലാകെ ഒരുവനികയായി പെൺമുകിൽ നിരകൾ ചിന്നിയ നീലിമ പിന്നിലാകെ ഒരുവനികയായി നൂതന നിർമ്മിതിയാണ് അത്യാധുനികം. വെൺമേഘ ശകലങ്ങൾ ചിതറിക്കിടക്കുന്ന നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കെട്ടിടം ഉയർന്നു നിൽക്കുന്നു. പെൺമുകിൽ നിരകൾ ചിന്നിയ നീലിമ പിന്നിലാകെ ഒരുവനികയായി നൂതന നിർമ്മിതിയാണ് അത്യാധുനികം. സമയം പ്രഭാതം. ആ കെട്ടത്തിന്റെ ഗേറ്റിൽ 8-10 ആളുകൾ കാത്തു കെട്ടി നിൽക്കുന്നു. ആളുകളുടെ നിൽപ്പ് കണ്ടിട്ട് ആ വീട്ടിലെ ഗൃഹനായകനെ കാണാൻ നിൽക്കാണെന്ന് തോന്നുന്നു. കാത്തു നിന്ന് മുഷിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഒന്ന് എത്തി നോക്കി. ഉണ്ടോ? കാണുന്നില്ലല്ലോ. എന്താ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരാത്തണ്ടാ? പിന്നെ കുളി ഇങ്ങനെ ഒരു കുളിയുണ്ടോ? കുറെ നേരമായല്ലോ. കുളി കഴിഞ്ഞു കാണും. ജപവും കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹം ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുക. അവിടെ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അലക്കി തേച്ചെടുത്ത തൂവെള്ള ഖദർ ജൂബയും വേഷ്ടിയും ധരിച്ചു. തവിട്ട് നിറത്തിൽ ഖദർ ഷാല് പൊതച്ചു. ഗാന്ധി തൊപ്പി വെച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തുനിന്നുകൊണ്ട് പറയുന്നു, ഇതൂടെ വയ്യും, അങ്ങക്ക് നല്ല ഇണക്കോ എന്ന് വെച്ചേ. കണ്ണടയും വെച്ചു. വിദ്യാനാഥ കാമുക ഹൃദയം കഥന സാഗരം കണ്ണീർ കടലിലപാരം അപാരം. എടി മന്ദാകിനി, അവൻ എന്തോ പാടുന്നത്? അവൻ ഇന്നലെ സിനിമയ്ക്ക് പോയി അവിടുന്ന് വല്ലതും കേട്ട് പഠിച്ചതായിരിക്കും. വിദ്യാനാഥ കാമുക ഹൃദയം കഥന സാഗരം കണ്ണീർ കടലിലപാരം അപാരം. വിദ്യാനാഥ കാമുക ഹൃദയം കഥന സാഗരം കണ്ണീർ കടലിലപാരം അപാരം. എന്തോ അവിടുന്ന് തന്നെ വിളിച്ചായിരുന്നു. വിദ്യാനാഥൻ ഓടി വന്നു. അവിടുന്ന് തന്നെ വിളിച്ചായിരുന്നു. മന്ദാകിനി, ഇവൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായിരുന്നു. ഭാര്യയെ കാണാത്തതിൻ്റെ കുഴപ്പമാണ്. 5 ദിവസത്തേക്ക് അവധി തരാം. വീട്ടിൽ പോയി കാമുക ഹൃദയം കഥന സാഗരം കുറെ കുടിച്ചു വറ്റിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഫയലെടുത്ത് കാർ കൊണ്ടുവിടാം. ഈ ഫയലെടുത്ത് കാർ കൊണ്ടുവെക്കാൻ വിദ്യാനാഥൻ ഫയലും എടുത്തുകൊണ്ട് കാറ് കിടക്കുന്നതേക്ക് ഓടി. അപ്പോൾ ഇവിടെ ഫോൺ. യെസ്, ശിവപ്രസാദ് ഗുപ്ത. അതെ, ഗുപ്ത തന്നെ. ഗുഡ് മോർണിംഗ്. ആര്? ഇന്നല്ലേ വൈകിട്ട് 5:30 വേറെ ആരൊക്കെ ഉണ്ട്? ഓഹോ, ഓക്കെ. അദ്ദേഹം ഫോൺ താഴെ വെച്ചു. അപ്പോൾ ഭാര്യ ചോദിക്കുന്നു, ആരാ? മീറ്റിംഗുകാരാണോ? ഇന്നും ഉണ്ടോ മീറ്റിംഗ്? എൻ്റെ വന്നെ മീറ്റിംഗ്. അങ്ങ് മീറ്റിംഗ് എത്ര കാലമായിട്ട് നടന്നു മീറ്റിംഗ്? കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുന്നു, ഒരു ദിവസം കൊണ്ട് നേരത്തെ വരണം, ഒരു സിനിമയ്ക്ക് പോകണം. എത്ര കാലമായി ഒരു സിനിമ കണ്ടിട്ട്. ഈ അയലത്തേക്കുള്ള പെണ്ണുങ്ങളാണെങ്കിൽ നേരം വെളുക്കുന്നതിനകം എത്ര സിനിമയാണ് കാണുന്നത്. എനിക്ക് മാത്രം അതിന് ഭാഗ്യമില്ല. പൊന്നെ ഇന്നെങ്കിലും നേരത്തെ വരണം, നമുക്ക് വേണം സിനിമയ്ക്ക് പോകണം. നിന്റെ സിനിമ, വയസ്സുകാലത്ത് നിന്റെ സിനിമ ഒരുങ്ങിയിരുന്നു. അദ്ദേഹം ഭാര്യയുടെ കവിൾത്തട്ടി സ്നേഹപൂർവ്വം ഒരു തട്ടും തട്ടി പതുക്കെ ചെന്ന് കാറിൽ കയറി. കാർ വിട്ടപ്പോ ഗേറ്റ് കടന്നപ്പോ ഗേറ്റ് നിൽക്കുന്ന പലരും കൈ കൂപ്പുന്നു, ചിലർ കൈ വീശുന്നു. ഒരു മൂപ്പിലാൻ അങ്ങ് കിടന്നു. ദണ്ഡ നമസ്കാരം. അദ്ദേഹം അങ്ങ് കുറെ അങ്ങ് ചെന്ന് കാറിൽ നിന്ന് തിരിഞ്ഞു നോക്കി ചുമ്മാ ഒന്ന് പല്ല് കാണിച്ച് കൈ ഉയർത്തിയിട്ട് കടന്നു പോവുകയും ചെയ്തു. അപ്പൊ നേരത്തെ എത്തി നോക്കിയ ചെറുപ്പക്കാരന് തീരെ പിടിച്ചില്ല. അയാള് പറഞ്ഞു, മച്ചോ അങ്ങ് എഴുന്നേറ്റുകളാ. അങ്ങേരങ്ങ് പോയി. ഇത്ര കൂടുതൽ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ അങ്ങ് എഴുതാക്കാൻ? മൂപ്പിലാൻ തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റു. എത്ര ബഹുമാനിച്ചാലും അത് അധികമല്ലുള്ളൂ. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ശിവപ്രസാദ് ഗുപ്ത സാറിന്റെ സ്ഥാനം എന്താ? സ്ഥാനം ഞങ്ങൾക്കറിയാം സ്ഥാനം എങ്ങനെ ഉണ്ടാക്കിയെന്ന്. അമ്മാവാ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ഗുണം അനുഭവിക്കുന്നത് ഇങ്ങനെ പോലെ കുറെ ഭാഗ്യവാന്മാർ. അമ്മാവനറിയാവോ? കണ്ടില്ലേ 5 രൂപയ്ക്ക് മേടിച്ച ചതുപ്പ് ഇപ്പൊ 5000 വിൽക്കുന്നു. 5000 കണ്ടില്ലേ? വാരി കൂട്ടുന്നത്, ആകാശം മുട്ട വാരി കൂട്ടുന്നത് കണ്ടില്ലേ? അസൂയ പറയാതെ പിള്ളേരെ, അസൂയ പറയാതെ. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ഗുണം അനുഭവിക്കുന്നെങ്കിൽ ആ സ്വാതന്ത്ര്യം നേടാനുള്ള കുറെ ദോഷവും സഹിച്ചവനാ ശിവപ്രസാദ് ഗുപ്ത. എന്തോ നിങ്ങൾക്ക് അറിഞ്ഞോ? നിങ്ങൾ പിള്ളേരാ. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണം. ആരുടെ ഭരണം? സായിപ്പിന്റെ ഭരണം. ശിവപ്രസാദ് ഗുപ്ത സാറിന്റെ ചെറുപ്പം. അന്ന് ആളെങ്ങനെ സുഖനല്ലയോ, രാജകുമാരനല്ലയോ, കവിളി ചൊട്ടിയ ചോര തെറിക്കുന്ന പ്രായമല്ലയോ. അന്ന് വേഷം ഇത് തന്നെ. അന്നത്തെ വേഷം ഇന്നത്തെ വേഷം, ഇന്നത്തെ വേഷം അന്നത്തെ വേഷം. ജുവായും ഒക്കെ ഇട്ട് ഖദർ ഷാലും ഒക്കെ പോച്ച് തൊപ്പിയൊക്കെ വെച്ച് ശിവപ്രസാദ് ഗുപ്ത
കൽക്കത്ത നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് അങ്ങനെ മന്ദം മന്ദം ഇറങ്ങി വരുമ്പോൾ ആള് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിളക്കമാണല്ലോ, ഒരു ആവേശമാണല്ലോ. കൈ ചുരുട്ടി ആകാശത്ത് 2 ഇടി ഇടിച്ച് ഒറ്റ വിളിയാണ്, ബോലോ ഭാരത് മാതാ കീ. അപ്പൊ ഈ കൽക്കത്ത നഗരം ഒന്നടങ്കം ജയ് ബോലോ മഹാത്മാ ഗാന്ധി കീ. അങ്ങനെ കീ കഴിഞ്ഞാ പിന്നെ കീ ബോലോ മഹാത്മാ ഗാന്ധി കീ. പിന്നെയും കീ. അത് അങ്ങനെ ശീലിച്ചല്ലടാ കൊച്ചുങ്ങളെ, നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. നിങ്ങൾ എവര് സ്വാതന്ത്ര്യ സമരം കണ്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പെറ്റു വാള വീണ കൊച്ചുങ്ങളില്ലേ അന്ന് അദ്ദേഹത്തിന്റെ ഈ ശബ്ദം ഉയരുമ്പോൾ, ഏത് ശബ്ദം? അദ്ദേഹത്തിന് ആ സിംഹനാദം ഉയരുമ്പോൾ 7 കടലിനക്കരെ നിന്ന് മറ്റൊരു സിംഹം മുട്ടടിക്കുക. ഏത് സിംഹം? ബ്രിട്ടീഷ് സിംഹം. അതുകൊണ്ടല്ലേ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ പല ഗഡുക്കളായിട്ട് 13 വർഷമാണ് പിടിച്ചങ്ങ് കിടന്നു. എവിടാ പിടിച്ചു കിടന്നത്? അത് അദ്ദേഹത്തിന്റെ വീട്ടിലെന്നെ പിടിച്ചു കിടന്നാ പോലെ. ജയിലിൽ, കൽത്തുറങ്കിൽ, ഇരുമ്പടികൾക്കുള്ളിൽ, ബ്രിട്ടീഷുകാരുടെ ഇരുമ്പടികൾക്കുള്ളിൽ. അത് ആരുടെ കൂടെ കിടന്നത്? സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ. അതുകൊണ്ടല്ലേ നെഹ്റു അധികാരത്തിൽ ഒന്നു പ്രധാനമന്ത്രിയായി ഇല്ല പാവാട പോലെ തുടുക്കുമൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തിന് പുറകിന് നടക്കുക. മിസ്റ്റർ ശിവപ്രസാദ് ഗുപ്ത, യു ഷുഡ് ബി എ സീനിയർ മിനിസ്റ്റർ ഇൻ മൈ ക്യാബിനറ്റ്. മനസ്സിലായോ? നെഹ്റു പറഞ്ഞു മനസ്സിലായി? ചിരിച്ചല്ലോ. എന്തുവാ പറഞ്ഞത്? നെഹ്റു പറഞ്ഞത് എന്തുവാ? ഇംഗ്ലീഷാ പറഞ്ഞത്. ഇംഗ്ലീഷിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇദ്ദേഹം മന്ത്രിയാവണമെന്ന് ഉടനെ കൊടുത്ത മറുപടി, നോ നോ പണ്ഡിറ്റ്ജി, ഐ ഡോണ്ട് ലൈക്ക് ടു ബി ഇൻ പവർ. ഐ എം ഓൺലി എ പൊളിറ്റിക്കൽ സഫറർ. ഞാനൊരു രാഷ്ട്രീയ യാതനക്കാരൻ മാത്രമാകുന്നു. ത്യാഗിയല്ലേ, ത്യാഗി അങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൽക്കത്തയിൽ സുഭാഷ് ബോസ് റോഡിനരികിൽ കാണുന്ന 5 നില കെട്ടിടം. അതാണ് ത്യാഗിയുടെ ഓഫീസ്. 5 നില കെട്ടിടത്തിൻ്റെ ഗേറ്റിൽ പോർട്ടിക്കോയിൽ കാർ കൊണ്ടു നിർത്തി. ഡോർ തുറന്നപ്പോഴേക്കും ഒരാൾ ഓടി അങ്ങ് ചെന്നു. നമസ്തേ ജി. രാജസ്ഥാനിൽ നിന്ന് വരിക, ഒരു കത്ത് തന്ന് അയച്ചിട്ടുണ്ട്. ആര്? സുന്ദരി ഭായ്. സുന്ദരി ഭായിയുടെ കത്ത് മേടിച്ച് ചൂപാടെ പോക്കറ്റിട്ടു. വിദ്യാനാഥ, അരമണിക്കൂർ നേരത്തെ കാര്യകത്തേക്ക് വിടരുത്, നീയും വരരുത്, റിങ് ചെയ്യരുത്, മനസ്സിലായല്ലോ? ഈ വന്ന രാജസ്ഥാൻകാരനുമൊത്ത് ശിവപ്രസാദ് ഗുപ്ത ഓഫീസിൽ കയറി വാതിലടച്ചു. നിരവധി നിഗൂഢ രഹസ്യങ്ങളുടെ നികുംഭിലയാണ് ശിവപ്രസാദ് ഗുപ്ത. അദ്ദേഹത്തിൻ്റെ ഖദർവേഷത്തിനുള്ളിൽ ഗാന്ധി തൊപ്പിക്കടിയിൽ ലോകത്ത് മറ്റാരും അറിയാൻ പാടില്ലാത്ത നിരവധി നിഗൂഢ രഹസ്യങ്ങളിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് അദ്ദേഹം മകനോട് ചോദിക്കുന്നു, സദാവൃത, ഇന്നലെ വരാൻ വളരെ ഇരുട്ടിയോ? ഇല്ല. ആര് പറഞ്ഞു? ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ. കൂട്ടുകെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? നീ എന്തിനാ മനസ്താവപ്പെട്ട് നടക്കുന്നത്? എടാ മോനെ, നിന്റെ കാറ് പഴകിപ്പോയെങ്കിൽ വേറെ കാർ മേടിച്ചു തരാം. മക്കളെ, നിന്റെ ഈ പ്രായത്തിൽ അച്ഛൻ കാറ് കണ്ടിട്ടേ ഉള്ളൂ, അത് സവാരി ചെയ്തിട്ടില്ല. ഇപ്പം നീ ആഗ്രഹിക്കുന്ന തരം കാറ് ആഗ്രഹിക്കുന്ന സമയത്ത് മേടിച്ചു തരാൻ അച്ഛന് കഴിയും. കാരണം അച്ഛൻ ലക്ഷ്യബോധത്തോട് പ്രവർത്തിച്ചു. അച്ഛൻ്റെ വേഷം കണ്ടോ? ഈ ഖദർ വേഷം, ഇവനാണ് അച്ഛൻ്റെ കവചം. ഇവനെ ഇട്ടുകൊണ്ടാണ് കോടിക്കണക്കിന് സമ്പാദിച്ചത്. മോനെ, നീ MA പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായി, ഒരു ജോലിക്കും പോണ്ട. ഒരു ജോലി, നീ ബിസിനസ് പഠിക്കണം. വരൂ. സുഹൃത്തുക്കളെ, അന്ന് അച്ഛനും മകനും ഒത്താണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് സിൻഡിക്കേറ്റ് പോയത്. ഇതിൻ്റെ ഓഫീസിൻ്റെ പേര് ലാൻഡ് ഡെവലപ്മെൻറ്റ് സിൻഡിക്കേറ്റ്. വൈകിട്ട് അച്ഛൻ മൊത്തമായിരുന്നു തിരിച്ച് വീട്ടിലിട്ട് പോകുന്നില്ല. അയാളുടെ ഒരു സുഹൃത്ത് ശംഭു എന്നൊരാളുണ്ട്, അയാളെ കാണാൻ പോയി. ശംഭു ഒരു കലാസമിതി സെക്രട്ടറിയാണ്. ചെന്നപ്പോൾ ശംഭുവിൻ്റെ കലാസമിതി ഓഫീസിൽ ഭയങ്കര ചർച്ച. കുറേ അധികം ചെറുപ്പക്കാർ കൂടിയിരുന്ന് ചൂടേറിയ ചർച്ച. ഒരു നാടകം അരങ്ങേറണം. ഒരാളൊരു നാടകം എഴുതിയുണ്ടാക്കി. ഒരു തല്ലിപ്പൊളി നാടകം തട്ടിക്കൂട്ടി. കാളിപതൻ എന്നൊരുത്തൻ നാടകം എഴുതി. അരങ്ങേറാനൊരു ബുദ്ധിമുട്ട്. നടിയെ കിട്ടിയില്ല എന്ന് പറയണ്ട. കൽക്കത്തയിൽ നടികൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ശംഭു എന്ന് എവിടെന്നെങ്കിലും ഒന്നിനെ തപ്പിക്കൊണ്ടുവരും. ഉടനെ നാടകകൃത്ത് കുറ്റം കണ്ടുപിടിക്കും. നടിയെ ആകെ നോക്കും, നടിയുടെ ചുറ്റും ഒന്ന് നടക്കും, എന്നിട്ട് മാറിയിരുന്നുണ്ട് ഭരതമുനിയെ പോലെ അഭിപ്രായം പറഞ്ഞു. ഒരു തല്ലിപ്പൊളി നാടകം എഴുതിയപ്പോഴേക്ക് അയാൾ പിന്നെ ഭയങ്കര നാടകകൃത്താണ്. അയാൾ 100 കുറ്റം കണ്ടുപിടിക്കും. ഒന്നുകിൽ ഇപ്പോൾ വന്ന ഈ നടിയുടെ ഫ്രണ്ട് വ്യൂ ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ലോവർ പാർട്ട് സ്റ്റിഫാണ്. അങ്ങനെ 100 കുറ്റങ്ങളാണ്. ഇന്ന് ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാനാവാത്ത മട്ടിൽ
ശംഭുവിനൊരു നടിയെ കിട്ടി. ആ നടിയെ വിളിച്ചുകൊണ്ട് അയാൾ ആ ക്ലബ് ഹാളിലേക്ക് ചെന്നപ്പോൾ അതിനകത്തിരുന്ന ചെറുപ്പക്കാർ കലാകാരന്മാരെല്ലാം അത്ഭുതപ്പെട്ട് എഴുന്നേറ്റ് പോയി. കവർന്നെടുത്തുവോ കാമേഘം കാർകുഴലിൽ നീലിമയാകെ, കവർന്നെടുത്തുവോ കാമേഘം കാർകുഴലിൽ നീലിമയാകെ. എന്താ പേര്? എൻ്റെ പേര് കുന്തി ഗുഹ. എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന കാളിപദന്റെ കണ്ണുകൾ ഇപ്പോൾ ഈ കുന്തി എന്ന നടിയുടെ കാർകൂന്തലിൽ കുരുങ്ങിക്കിടക്കുക. കവർന്നെടുത്തുവോ കാർമേഘം കാർകുഴലിൽ നീലിമയാകെ, ഇന്ദുമുഖി ചില്ലികളാവാൻ ഇന്ദ്രധനുസ്സിനു പണിതേനില്ല, ഇന്ദുമുഖി ചില്ലികളാവാൻ ഇന്ദ്രധനുസ്സിനു പണിതേനില്ല, കവർന്നെടുത്തുവോ കാർമേഘം കാർകുഴലിൽ നീലിമയാകെ. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്നത്? അത് പറഞ്ഞില്ലല്ലോ. കാളിപദൻ എഴുന്നേറ്റ് അടുത്തു. കുന്തി, നീലോത്പല നയനങ്ങൾ കനിയും കടാക്ഷത്തിൻ പൂജതിയാൽ, നീലോത്പല നയനങ്ങൾ കനിയും കടാക്ഷത്തിൻ പൂജതിരാൽ, നിഷ്പ്രഭമായി മിന്നൽ കൊടികൾ നീ മന്ദസ്മിത മധു ചൊയ്യൂ, നിഷ്പ്രഭമായി മിന്നൽ കൊടികൾ നീ മന്ദസ്മിത മധു ചൊയ്യൂ. മിസ് കുന്തി ഗുഹ, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. നിന്നെ നാടകത്തിൽ അഭിനയിപ്പിക്കാം. പക്ഷെ ഒരു കാര്യം, ഒരു പരീക്ഷണം. നീ സ്റ്റേജിൽ നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ആ കസേര കിടക്കുന്നത് വരെ മെല്ലെ ഒന്ന് നടക്കണം. അവൾ എഴുന്നേറ്റപ്പോൾ സാരി മാറും നൂർന്നു വീണു. അമൃത കലശങ്ങൾ എറിഞ്ഞുടച്ചുവോ അപ്സരസുകൾ മാറുവാൻ, അമൃത കലശങ്ങൾ എറിഞ്ഞുടച്ചുവോ അപ്സരസുകൾ മാറുവാൻ. ഇപ്പൊ കാളിപദന്റെ കണ്ണുകൾ ഇവിടെ ചലന ഭംഗി ആസ്വദിക്കുകയാണ്. ചലനം കാണെ പടലങ്ങൾ ചലനം കാണെ പടലങ്ങൾ കവർന്നെടുത്തുവോ കാർമേഘം കാർകുഴലിൽ നീലിമയാകെ. ആരോ വാതിൽ തട്ടി. ശംഭു ഉണ്ടോടാ? എളിയത് വാതിൽ തുറന്നു. നീ എപ്പോ വന്നു? എന്താ വിളിക്കാഞ്ഞത്? നീ എങ്ങനെ വന്നു? നിന്റെ കാർ അവിടെ? നടന്നു വന്നു? ടാക്സി വന്നു? വാടാ, അകത്തിരിക്കാം. ഇല്ല, നിങ്ങളുടെ ചർച്ച നടക്കണം, ഞാൻ പോവാ. എനിക്കൊരു ചെറിയ കാര്യമാണ്. ഒരു നിമിഷം നീ പുറത്തേക്ക് വരും. ശംഭുവിനെ വിളിച്ച് പുറത്തു കൊണ്ട് നിർത്തി സദാവതം സംസാരിക്കുമ്പോൾ ആ നടി പോകുന്നു, കുന്തി ഇറങ്ങി പോകുന്നു. ശംഭു, ആ പെണ്ണേതാണ്? ഞങ്ങളുടെ നാടകത്തിൽ നായികയുടെ ഭാഗം അഭിനയിക്കാൻ വന്നോളാം, മിസ് കുന്തി ഗുഹ. എന്താ കൊള്ളാവോ? തരക്കേടില്ല. ഓ, ആ പെണ്ണ് പിണങ്ങി പോവാ. അവളെ പിണക്കി അയച്ചു നശിച്ച കാളിപദൻ. ഏയ് കുന്തി, നിന്നെ ഞാനല്ലേ വിളിച്ചോണ്ടത്? വണ്ടിക്കൂലിക്ക് കാശ് വേണ്ടതല്ലേ? സദാവർദ്ധ, ഞാനൊന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കിട്ട് ഉടനെ വരാം. ശംഭു വീട്ടിന്റെ പുറകിനോടി. ശംഭു, നീ പോയിക്കോ, ഞാൻ പിന്നെ വന്നേക്കാം. സദാവർദ്ധന് ഇറങ്ങി. സുഹൃത്തുക്കളെ, ഈ കൽക്കത്ത നഗരം ടാക്സികളുടെ നഗരമാണെന്ന് പറയാറുണ്ട്. അത്രയധികം വണ്ടികളാണ്. പക്ഷെ സദാവർദ്ധം പോകുന്ന റോഡിൽ ടാക്സി അധികം വരില്ല. കുറേ നടന്ന് ടാക്സി വരുന്ന റോഡിലെത്തി. അപ്പൊ മലവെള്ളപ്പാച്ചിൽ പോലാണ് ടാക്സി വരുന്നത്. ടാക്സി എന്ന് വിളിച്ചാൽ മതി, എത്ര എണ്ണം വേണമെങ്കിലും വന്നങ്ങ് നിൽക്കും. സദാവർദ്ധന്റെ മുമ്പിൽ ടാക്സി ഒന്ന് ബ്രേക്ക് ചെയ്തു. അയാൾ കയറാൻ ഭാവിച്ചപ്പോൾ പുറകുന്നൊരു ചോദ്യം. സാർ, എന്നെ കൂടെ കൊണ്ടുപോവോ? ഒരു സ്ത്രീ ശബ്ദം. സാർ, എനിക്കൂട്ട് ലിഫ്റ്റ് തരുമോ? കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ നിൽക്കുന്നു കുന്തി. സാർ, എന്നെ കൂടെ കൊണ്ടുപോകും. ഇവിടെ കുറെ ആഭാസന്മാർ എന്നെ ശല്യം ചെയ്യാൻ വരുന്നു. എനിക്കൂട്ട് ലിഫ്റ്റ് തരുമോ? കയറിക്കോളൂ. അയാൾ ബാക്ക് ഡോർ തുറന്നു. അയാൾ ഫ്രണ്ട് സീറ്റ് ഇരിക്കുക. ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അവൾ അകത്ത് കയറി ഡോർ വലിച്ചടച്ചു. വണ്ടി നീങ്ങി. നിങ്ങളെ ഒരു നാടകത്തിലെടുത്തോ? ഇല്ല സാർ, ഞാൻ പിണങ്ങി പോവാ.
എന്താ പിണക്കം? പിണക്കമൊന്നുമില്ല സാർ. ആ കാളിപതിന് എൻ്റെ പരീക്ഷാ യോഗ്യതയൊക്കെ അറിയണം അത്രേ. അയാൾ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങൾ ഡയലോഗ് പറയാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഉച്ചാരണ ശുദ്ധിയോടെ തെറ്റില്ലാതെ വാക്യങ്ങൾ പറയാൻ എന്നെ കൊണ്ട് പറ്റുമോ? അത്രയൊക്കെ പരീക്ഷയെ പോരെ. മാത്രമല്ല സാർ, ആ ചെറുപ്പക്കാർക്ക് വേറെ ചില ഉദ്ദേശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെ നോട്ടമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവും. ഞാൻ പോവാ. സാർ ആ ക്ലബിലെ മെമ്പറാണോ? അല്ല, ഞാൻ ക്ലബിലെ ആ മെമ്പർമാരെല്ലാം ക്ലബ്ബുകാരിലെ എൻ്റെ സുഹൃത്തുക്കളാണ്. സാർ വണ്ടി നിർത്തണം സാർ, ഞാൻ നടന്നു പോയിക്കോളാം. കുന്തി, പേടിക്കാതെ. നീ വിചാരിക്കുന്ന പോലെ ഒരു ആഭാസനല്ലയാണ്. അവരാരും അത്തരക്കാരല്ല, നല്ല വീട്ടിലെ പിള്ളേരാ. വരും, നിനക്ക് എവിടെ പോകേണ്ടെന്ന് അവിടെ കൊണ്ട് നിർത്തും, അവിടെ കൊണ്ട് വിട്ടേക്കാം. ഇതിനിടയ്ക്ക് വണ്ടി നിന്നു. റോഡിൽ വലിയ സമ്മേളനം. സ്റ്റേജിൽ ഒരാൾ ഇതുപോലെ മൈക്കിൻ്റെ മുമ്പിൽ കതർഷാലും ഗാന്ധി തൊപ്പിയും വളഞ്ഞ വടിയാട്ട് നിന്ന് വെച്ച് കാച്ചുന്നു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, സാറിൻ്റെ അച്ഛനാണല്ലോ. നടി സ്റ്റേജിലേക്ക് നോക്കി, ഓ ശിവപ്രസാദ് ഗുപ്ത. സാർ ശിവപ്രസാദ് ഗുപ്ത സാറിൻ്റെ മകനാണോ? അതെ. ഞാൻ അറിഞ്ഞില്ല സാർ. അവൾ പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി പോയി കളഞ്ഞു. കുന്തി, ഛേ, ഇങ്ങനെ പോയാലോ? നിന്നെ ഇവിടം വരെ കൊണ്ടുവിട്ട ഞാനല്ലേ, ഒരു താങ്ക്സ് എങ്കിലും പറയണ്ടേ? അറ്റ്ലീസ്റ്റ് താങ്ക്സ്. ആട്ടെ, നിന്റെ മെല്ലാസം തരുമോ? അഡ്രസ് ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. വേണ്ട സാർ, എൻ്റെ അഡ്രസ് നിങ്ങളാരും അറിയണം. എൻ്റെ വീട്ടിൽ നിങ്ങൾക്കാർക്കും വരാൻ കൊള്ളില്ല സാർ. അവൾ ജനക്കൂട്ടത്തിൽ ചെന്ന് മറഞ്ഞു. സദാവർദ്ധൻ അവൾ പോയ വഴിക്ക് നോക്കിയിരിക്കുന്നു. സഹൃദയരെ, ഈ കഥ പറയുന്ന സാംബശിവൻ ഈ കഥ പറയാൻ തന്നെ കൽക്കത്തയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളികൾ വിളിച്ചു തന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട കുറേ തെരുവീഥികൾ ഞങ്ങൾ നടന്ന് കണ്ടു. അവിടെയാണല്ലോ കഥ നടന്നത്. ഈ കഥയായിട്ട് ബന്ധപ്പെട്ട ചില സ്ട്രീറ്റ്സ് ഞങ്ങൾ പോയി കണ്ടു. കൽക്കത്തയിൽ കുപ്രസിദ്ധമായ ഒരു തെരുവീഥിയുണ്ട്, ചിത്പുരി. ചിത്പുരി പകൽ സമയത്ത് ചിത്പുരി ചെന്നാൽ ചിത്പുരി ശൂന്യം. അതേസമയം സന്ധ്യ കഴിഞ്ഞാലോ ഭയങ്കര തിരക്കാണ്. ഉന്തും തള്ളും, ഉത്സവ കച്ചവടം പോലെ ഉന്തും തള്ളും. ചെറുപ്പക്കാരൊക്കെ അത്യാവശ്യമായിട്ടങ്ങ് പോവുക. ചെറുപ്പക്കാർ മാത്രമല്ല, തൈക്കളവന്മാരും ഒക്കെ അത്യാവശ്യമായിട്ടങ്ങ് പോവുകയാണ്. കണ്ണേ ചുറ്റും കാണുന്ന 2 നില 4 നില 10 നില കെട്ടിടങ്ങളെല്ലാം സജീവമായി പ്രകാശമാനമായി ചോപ്സും പൊറോട്ടയും മുട്ടക്കറിയും മീൻകറിയും മട്ടൻ കറിയും എല്ലാം തയ്യാറാക്കി ഗ്യാസ് ലൈറ്റും കെട്ടിത്തൂക്കി കണ്ണാടി വണ്ടിക്കകത്ത് ഇതാ തെരുവ് വാണിഭക്കാരിൽ ഇങ്ങനെ ചിത്പുരി പ്രത്യക്ഷപ്പെടുന്നു. തട്ട നിറച്ച് പിച്ചിമാലകളും തെച്ചിമാലകളുമായിട്ട് പൂക്കച്ചവടക്കാർ പ്രത്യക്ഷപ്പെടുന്നു ചിത്പുരിയിൽ. ആ റോഡ് സൈഡിൽ കാണുന്ന ഫോറിൻ ലിക്കർ ഷാപ്പുകളിൽ നിയോൺ ലൈറ്റുകൾ പ്രകാശിക്കുന്നു, അണയുന്നു. നിയോൺ ലൈറ്റുകൾ പ്രകാശിക്കുന്നു, അണയുന്നു, പ്രകാശിക്കുന്നു, അണയുന്നു, പ്രകാശിക്കുന്നു, അണയുന്നു. അതിൻ്റെ അർത്ഥം അല്ലയോ കുടിയന്മാരെ, വരുവൻ കുടിക്കുവൻ പോകുവൻ മരിക്കുവൻ. അപ്പോൾ വരുന്നു അമേരിക്കൻ വണ്ടികൾ. അമേരിക്കൻ വണ്ടികൾ ഇങ്ങനെ പെരുമ്പാൻ വഴഞ്ഞു വരുന്ന പോലെ അമേരിക്കൻ വണ്ടികൾ. അപ്പോൾ ആ കാണുന്ന വീടുകളിൽ കൊട്ടും പാട്ടും ചിലമ്പൊലിയും. എന്താണാവോ ഇവിടുത്തെ ആളുകളുടെ ജീവിതവൃത്തി? അത് പറയുമ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ ആരും എന്നോട് പരിഭവിക്കരുത്. ചിത്പുരി വേശ്യാത്തെരുവാണ്. ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന, 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ജീവിത മൂല്യങ്ങൾ വലിച്ചെറിയാൻ നിർബന്ധമായ പാവപ്പെട്ട സഹോദരിമാർ, നമ്മുടെ സഹോദരിമാർ, ഇന്ത്യയിലെ സഹോദരിമാർ, സീതയുടെയും സാവിത്രിയുടെയും പേര് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഭാരതത്തിലെ ഭാരതീയ സഹോദരിമാർ ജീവിക്കുന്ന സ്ഥലം ചിത്പുരി. റെഡ് സ്ട്രീറ്റ്. ചിത്പുരി കൽക്കത്തയിൽ മാത്രമല്ല, ബോംബെയിലുണ്ട്. നാളെ പേപ്പർ വായിച്ചില്ല, നമ്മുടെ ജന്മശതാബ്ദിക്ക് ഒരു മന്ത്രി അവിടെ കണ്ടി എന്ന് കുരുങ്ങിയെന്ന്. ബോംബെയിലുണ്ട്, മധുരയിലുണ്ട്, അഹമ്മദാബാദിലുണ്ട്, നാസിക്കിലുണ്ട്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട്. വലിയ നഗരങ്ങളിൽ വലിയ തോതിൽ, ചെറിയ നഗരങ്ങളിൽ ചെറിയ തോതിൽ. കോട്ടയം ഒരു വലിയ പട്ടണമല്ല, കൊല്ലം വലിയ പട്ടണമല്ല, തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണെങ്കിലും വലിയ പട്ടണമല്ല. ഈ വലിയ പട്ടണങ്ങളിൽ ചെറിയ പട്ടണങ്ങളിലും ചെറിയ തോതിലുണ്ട്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നടന്നു പോകാമെങ്കിൽ കടത്തിണ്ണയിലൊക്കെ കാണാൻ ചിത്പുരി. എന്തു ചെയ്യും? നമ്മളിത് ഒന്നാലോചിച്ചാൽ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകില്ലേ? നമ്മുടെ സ്വന്തം സഹോദരിമാർ, മറ്റാരുമല്ലല്ലോ. ഇന്ത്യയിലെ സഹോദരി പറഞ്ഞ് വെളിയിൽ നിന്ന് വന്നവരാണോ? രക്തബന്ധമുള്ളവരല്ലേ? ഒന്നാലോചിച്ചാൽ 1, 2 ബന്ധം കടന്നാലോചിച്ചാൽ
അവർ നമ്മുടെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട രക്തബന്ധമുള്ള സഹോദരിമാരല്ലേ? ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗമില്ലാഞ്ഞിട്ട് മുലകുടി മാറാത്ത കുഞ്ഞിനെ മാറ്റിയിട്ടിട്ട് ജീവിതം വിൽക്കുന്ന ദയനീയമായ കാഴ്ച. ഇത് ഇന്ത്യ എന്തിനു കുറ്റം പറഞ്ഞു? ഇന്ത്യയിൽ പിന്നെ ഒരു ഗുണമുണ്ടായതിനു മുമ്പ് ഇത്തരം വേലകൾക്ക് ഒരു ദൈവിക പരിവേഷങ്ങളോ കൊടുക്കുമായിരുന്നു. ദേവദാസി എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ദേവദാസി, മനുഷ്യൻ്റെ ദാസിയായിട്ട് കഴിയുന്ന സ്ത്രീകൾക്ക് ദേവദാസി എന്ന് പേരിട്ടുണ്ട്. വള്ളത്തോളിൻ്റെ കൊച്ചസി എന്നൊരു ഖണ്ഡകാവ്യമുള്ളല്ലോ, മനോഹരമായൊരു കാവ്യം. അതിനകത്ത് ഈ പ്രശ്നമുണ്ട്. അതിനകത്ത് ഈ സ്ത്രീകളുടെ ജോലി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നന്മയ്ക്ക് കോവിലിൽ പോയി നൃത്തമാടലും പുമ്മാനസങ്ങളെ നൃത്തമാടിക്കലും. രണ്ട് ജോലി, ആടലും ആടിക്കലുമാണ്. അപ്പോൾ നർത്തന സേവയിൽ നെറ്റിത്തടത്ത് നിന്ന് എത്ര വിയർപ്പ് നീരിറ്റിറ്റ് വീഴുമോ അത്ര വെൺമുത്തുകൾ മുന്നിൽ ഉതിരുന്നു ദേവദാസികൾക്ക് ഈശ്വരപ്രീതിയാൽ. അതൊക്കെ വേറെ. ഇവിടെ എന്ത് കുഴപ്പമായാലും അത് ഈശ്വരൻ്റെ ഗുണം കൊണ്ടാണ് കിട്ടുന്നത് കേട്ടോ. ഇത് ജീവിതം മെറ്റാലും ശരി ഈശ്വരപ്രീതി കൊണ്ട്. എന്തുമാകട്ടെ, ഇന്ത്യ മാത്രം എന്തിനു കുറ്റം പറയണം? ലോകത്തെമ്പാടുമുള്ള മുതലാളിത്ത രാജ്യങ്ങളിൽ ഈ നാണം കെട്ട ഏർപ്പാടുണ്ട്. സ്ത്രീത്വം വിൽക്കുന്ന, സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ഏർപ്പാടെല്ലാം മുതലാളിത്ത രാജ്യങ്ങളിലുമുണ്ട്. അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, ഫ്രാൻസിലുണ്ട്, വെസ്റ്റ് ജർമ്മനിയിലുണ്ട്, ജപ്പാനിലുണ്ട്, എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും. ഇതെവിടെങ്കിലും ഇല്ലാതുണ്ടോ? ഇതില്ലാതാക്കണം. സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ഈ സമ്പ്രദായം ഒടുക്കണം, അവസാനിപ്പിക്കണം എന്ന് ഏതെങ്കിലും രാഷ്ട്ര നായകന്മാർക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ അധ്വാനിക്കുന്നവൻ്റെ കൊടി അധികാരത്തിൻ്റെ കൊടിയായി പാറിക്കളിക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ടല്ലോ, അവിടങ്ങളിൽ ഈ നാശം പിടിച്ചിടപാടില്ല. അവിടെ സ്ത്രീകൾക്ക് തൊഴിലുണ്ട്. 5 മണിക്കൂർ ജോലി. ഭർത്താവിനോടൊപ്പം ഫാക്ടറിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോയി പണിയെടുത്തിട്ട് 5 മണിക്കൂർ പണിയെടുത്തിട്ട് അന്തസ്സായിട്ട് ഇറങ്ങി വന്ന് അടുത്ത റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചിട്ട് അവർ വീടുകളിൽ പോകുന്നു. റെസ്റ്റോറൻറ്റ് വീട്ടിൽ കിടന്ന് മടക്കുകയും വേണ്ട, റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കിട്ടണോളാണെന്ന റെസ്റ്റോറൻ്റ് അല്ല, സർക്കാരിൻ്റെ റെസ്റ്റോറൻറ്റ്. മക്കളെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട, ആരെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട, ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട. ഇവിടെ നമ്മളെന്താ ഭാഗ്യക്കുറിയും കൊണ്ട് നടക്കുന്നത് ജീവിതത്തെക്കുറിച്ച് ഉള്ള ഉത്കണ്ഠ കൊണ്ടാണ്. അവിടെ ജീവിതം ഉത്കണ്ഠാകുലമല്ല, ജീവിതം സുരക്ഷിതമാക്കി തീർത്തിരിക്കുന്നു സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ. അവിടെ സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി നാണം കിട്ട ഈ ഏർപ്പാട് വരുന്നില്ല. അത് പറഞ്ഞതിനാണ് അന്നത്തെ അടിയന്തരാവസ്ഥ സർക്കാർ എന്നോട് പറഞ്ഞത്, ഇങ്ങോട്ട് ഒരേ ഭോജപരതൻ്റെ സ്ഥലമുണ്ടെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ചിത്തൂരിലേക്ക് അല്പം കൂടെ കടന്നിയല്ല, മുകളിലോട്ടും കയറണ്ട, റോഡിൽ കൂടെ പോയാൽ മതി. ആ വണ്ടി മുമ്പേ വന്ന് പെരുമ്പാമ്പ് പോലെ അഴിഞ്ഞ വണ്ടി പോകുന്നു. ആ കാണുന്ന 4 നിലക്കെട്ടത്തിന് 2ാമത് നിലയിൽ കൊട്ടും പാട്ടും ചിലമ്പൊലിയും തകർക്കുന്നു. അതിസുന്ദരിയായ ഒരു വാരാങ്കന, ഒരു വേശ്യാങ്കന അണിഞ്ഞൊരുങ്ങുന്നു, നൃത്തം ചെയ്യുന്നു. അവിടെ ചുറ്റും പണസഞ്ചികളുമായിട്ട് പതിവുകാരന്മാർ കാത്തിരിക്കുന്നു. ഈ പാവം സഹോദരി ശരീരത്തിന്റെ എല്ലാ നഗ്ന സൗന്ദര്യങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് പാടുന്നു, ആടുന്നു. അവിടെ കാൽക്കൽ കനക നാണ്യങ്ങളും കറൻസി നോട്ടുകളും കനകാഭരണങ്ങളും വീഴുന്നു. അവിടെ വാരിയെടുത്ത് മാറോട് ചേർത്തുകൊണ്ട് പിന്നെയും പാടുന്നു, ആടുന്നു. സമയത്താണ് കൽക്കത്തയിലെ ഒരു നാടക സമിതിയുടെ സെക്രട്ടറിയും കൂട്ടുകാരും കൂടി ഒരു നടിയെ തേടി ചിത്തൂരിലേക്ക് വരുന്നത്. അവർക്ക് വേറെ ഉദ്ദേശമില്ല, ഒരു നടിയെ കാണണം, മറ്റു ദുരുദ്ദേശമൊന്നുമില്ല, ഒരു നടിയെ കാണണം. അവരിങ്ങനെ കറങ്ങി വന്നു. ആരോട് കുറേ നേരമായിട്ട് അവിടെ കിടന്ന് കറങ്ങുകയാണ്. ആരോടാ ചോദിക്കുക, ഇടേ മുട്ടക്കറി അവിടെ നല്ല ഇവിടെ കുന്തി ഗുഹ എന്നൊരു നടി ഇവിടെ കാണാൻ താമസമുണ്ടോ? കുന്തി ഗുഹ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അത് പത്മാറാണി അമ്മയുടെ വീട്. അങ്ങോട്ട് കയറി ചെല്ലും. അവിടെ ഒരുപാട് കുന്തി ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. കാണാൻ കൊള്ളാവുന്ന ഒരുപാട് പെങ്കൊച്ചും കൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലും. ആ ഇരിക്കുന്ന പത്മാറാണി അമ്മ. കയറി ചെന്നപ്പോൾ ഇരിക്കുന്ന ഒരു വല്യമ്മയല്ല, വെളുത്ത് തടിച്ച സ്ത്രീ, പ്രായം കുറച്ചധികമായെങ്കിലും പ്രായം അധികമായൊന്നും വകവെച്ചു കൊടുക്കാത്തൊരു സ്ത്രീ, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് അവിടെ നെറ്റിത്തടത്തിൽ 1/2 രൂപ വൃത്തത്തിൽ നീലിച്ചൊരു പൊട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് തൂവെള്ളക്കല്ല് പതിച്ച സ്വർണ്ണാഭരണങ്ങൾ മൂക്കിലും കാതിലും കയ്യിലും ഒക്കെ കലാപരമായിട്ട് അണിഞ്ഞിരിക്കുന്നു. ചെറുപ്പക്കാർ വെറുതെ കണ്ടിട്ട് ഭംഗിയായിട്ടൊന്ന് മുറുക്കി നീട്ടി തുപ്പി വെളുക്ക ചിരിച്ച് സാരിത്തുമ്പെടുത്ത് തലയിലിട്ട് വിളിക്കുന്നു. വരി, കയറി വരി. ആപ്പീസ് സാറന്മാരായിരിക്കും. കയറി അങ്ങ് അകത്തോട്ട് പോയിക്കോളി. മേശപ്പുറത്ത് ഫോണുമൊക്കെ വെച്ച് ഓഫീസറൊപ്പം ഇരിക്കുക വല്യമ്മ. കയറി വരി. ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമായിരിക്കും. കയറി അങ്ങ് അകത്തോട്ട് പോയിക്കോളി. സ്ഥലം തെറ്റിപ്പോയെന്ന് വന്ന കാര്യം പറയാം. പിന്നെ ഞങ്ങൾ വന്ന കാര്യം മനസ്സിലായി. മുറി വാടകയ്ക്കാണോ ഇല്ലയോ? എല്ലാവർക്കും കൂടെ ഒരു മുറി മതിയോ? അതേ പ്രത്യേകം ഇല്ല, ഞങ്ങൾ മുറി വാടകയ്ക്ക് എടുക്കാൻ വന്നവരല്ല. ഇവിടെ കുന്തി ഗുഹ എന്നൊരു പെണ്ണ് നാടകത്തിൽ അഭിനയിക്കുന്ന പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അവളെ കാണാനായിട്ട് വന്നു. സ്ഥലം തെറ്റിപ്പോയി. ഇവിടെ നാടകത്തെ കളിക്കുന്നവരാരും ഇല്ല. മാത്രമല്ല കുന്തി എന്നൊരു പെങ്കൊച്ചുമില്ല. ഇവിടുത്തെ പിള്ളേരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടഗർ, എൻ്റെ പൊന്നുമോള് ടഗർ. അവളെ കണ്ടാൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ഇവിടെ നിങ്ങൾ സ്ഥിരതാമസമാക്കും. ടഗർ, യുധിക, ഗുലാബി, കുസുമം, പത്മം, അങ്ങനെ ഒത്തിരി പിള്ളേരുണ്ട്. എടി പിള്ളേരെ ഇങ്ങോട്ട് വരണടി. ഇതേ ആപ്പീസ് സാറന്മാർ. നാടകത്തെ കളിക്കാൻ അറിയാവോ? പൈസയും കിട്ടും, പാരിതോഷികവും കിട്ടും. പിള്ളേരെല്ലാം ഇനി വന്നു. അവർക്ക് വലിയ രസമായി. അവരെല്ലാം കുടിഞ്ഞു വന്നു. എന്താ സാറന്മാർ നിങ്ങൾ വന്ന്? എന്താ സാറന്മാർ നിങ്ങളെല്ലാം കൂടെ? നിങ്ങളിൽ കുന്തി എന്നൊരു പെൺകുട്ടിയുണ്ടോ? ഒരു നടി. ഇത് കേട്ടപ്പോൾ ടഗർ എന്ന പെണ്ണ് ഞെട്ടിപ്പുറകൊണ്ടു. കാരണം അവളാണ് കുന്തി. അവൾ ടഗർ എന്ന കപട നാമധേയത്തിൽ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അത് ഈ പത്മാറാണി അമ്മയ്ക്ക് പോലും അറിയില്ല. ധൈര്യം അവലംബിച്ചോളും മുപ്പോട്ട് വന്ന് പറഞ്ഞു. സാറന്മാരെ, നിങ്ങൾ ഇവിടുത്തുകാരല്ലേ? ഇത് കൽക്കത്ത പട്ടണമല്ലേ? ഇത് ചിത്പുരി അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇത് വേശ്യാലയമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, സ്ഥലം മാറിപ്പോയി, തെറ്റിപ്പോയി. പോകാം 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 പോകാമെടാ പോകാമെടാ പോകാമെടാ. എല്ലാരും അങ്ങ് മുറ്റത്തിറങ്ങി. മുറ്റോ ഒന്ന് എണ്ണി നോക്കണം. എല്ലാരും ഉണ്ടോ നോക്കണം. ഒരുത്തൻ എവിടെ? ഇടാ കടിച്ചു പറിച്ച് തിന്നോടാ. ഇറങ്ങി. അവരിറങ്ങിപ്പോയപ്പോ അവിടുത്തെ വാച്ചർ വന്ന് ഗേറ്റ് അടച്ചു. ഒരു ബോർഡും എടുത്തിട്ടു, ഹൗസ്ഫുൾ. പഞ്ചരത്തിൽ വാഴും പെണ്ണ് കൊഞ്ചിക്കുഴഞ്ഞഴിഞ്ഞു നാട് പഞ്ചമന്താട്. അന്ന് കുന്തിയുടെ മുറിക്കകത്ത് വന്നത് ഒരു മധ്യവയസ്കൻ. അവിടുത്തെ സാധാരണ സമ്പ്രദായം അനുസരിച്ച് ആ പെണ്ണും ദേശം മദ്യം ഒഴിച്ച് അയാൾക്ക് കൊടുത്തു. അയാൾ മദ്യം മേടിച്ചൊന്ന് രുചിച്ചിട്ട് അവളുടെ കൈക്ക് പിടിച്ചു. പെണ്ണ് കരയാൻ തുടങ്ങി. ഇതിനെ കരയുന്നു? നിന്റെ കരച്ചിൽ കാണാനല്ലോ വന്നു. അവള് പിന്നെയും കരയുന്നു. എന്താ പെണ്ണെ? സാറിനെ കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്. എൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു. അയാൾ പിടിപെട്ടു. ശരിയാണല്ലോ പെണ്ണെ, നിന്നെ കണ്ടിട്ട് എൻ്റെ മകളുടെ പ്രായമുണ്ട്. നീ എങ്ങനെ ഈ നരകത്തിൽ വന്ന് പെട്ടുപോയി? 13-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ വരുന്നത്. നീ ഇവിടുത്തെ കാര്യല്ലേ? അല്ല, പാകിസ്ഥാനിലുള്ളതാ. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും വിഭജിക്കപ്പെട്ടപ്പോൾ 10,000-കണക്കിന് അഭയാർത്ഥികളുടെ കൂടെയാണ് ഞാനും അച്ഛനും അനിയത്തിയും കൂടെ ഈ കൽക്കത്ത നഗരത്തിൽ വന്നിറങ്ങുന്നത്. അന്ന് ഞാൻ ധരിച്ചിരുന്ന വേഷം പോലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കീറിയ പാവാടയും ജാക്കറ്റുമണിഞ്ഞ ഞാൻ, താറിയ മുടി ഒരു കൈത്തുമ്പാലൊതുക്കിയും, അനുജത്തിയ തോളിലെന്തുന്നൊരച്ഛൻ തന്റെ അണികൈ വിരൽ തുമ്പിൽ തൂങ്ങി ഞാനിറങ്ങവേ. അറിഞ്ഞില്ലെവിടെയാണെത്തിയതെന്നും ഞങ്ങൾ, അറിഞ്ഞില്ലെവിടേക്ക് പോകുന്നതെന്നും നാളെ. കൽക്കത്താറയിൽ ആപ്പീസിൽ കാലുകുത്താനിടമില്ല, കൽക്കത്താറയിൽ ആപ്പീസിൽ കാലുകുത്താനിടമില്ല. കൂടുതകർന്നൊരു കാക്കക്കൂട്ടം പോലെ വരുന്ന അഭയാർത്ഥി ജനം, കൂടുതകർന്നൊരു കാക്കക്കൂട്ടം പോലെ
നാറിക്കീറിയ മാറാപ്പിൽ ചോരക്കുട്ടി ഉറങ്ങുന്നു, നാറിക്കീറിയ മാറാപ്പിൽ ചോരക്കുട്ടി ഉറങ്ങുന്നു. പിച്ചച്ചട്ടികൾ നീട്ടിയിരപ്പൂ പിച്ച നടക്കും കുഞ്ഞുങ്ങൾ, പിച്ചച്ചട്ടികൾ നീട്ടിയിരപ്പൂ പിച്ച നടക്കും കുഞ്ഞുങ്ങൾ. കൽക്കത്തായ കാലുകുത്താനിടമില്ല, കൂടുതകർന്നൊരു കാക്കക്കൂട്ടം പോലെ വരുന്നവയാ. അതിനടുക്ക് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, എല്ലാവരെയും ഓടിക്കുക പോലീസുകാർ. കണ്ടോ അങ്ങോട്ട് പോകുന്ന കണ്ടോ, വരി വെച്ച് പോകുന്ന എറുമ്പ് വരി വെച്ച് പോകുന്ന പോലെ പോകുന്ന കണ്ടോ, അവിടെ ഒരു മൈതാനമുണ്ട്, ഇപ്പോഴേ പോകണം, ഇല്ലെങ്കിൽ സൂചി കുത്താൻ ഇടം കിട്ടത്തില്ല. രൂപ ഇരിപ്പുണ്ടോ, ഒരു 15 രൂപ എനിക്ക് കൊടുത്താൽ 15 രൂപ കൊടുക്കാമെങ്കിൽ ഒരു കുടിൽ കെട്ടാനുള്ള ഓലയും മുളയും കിട്ടും. അവിടെ സാറേ 15 രൂപ കൊടുത്തപ്പോൾ ഒരു മാടം ഞങ്ങൾക്കുണ്ടായി. ആയിരക്കണക്കിന് അഭയാർത്ഥി കുടിലുകൾക്കിടയിൽ ഞങ്ങൾക്കൊരു കൊച്ചു കുടിലുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അഭയാർത്ഥികൾ പറയുന്നു, ഒരു ഫാറം പൂരിപ്പിച്ച് കോർപ്പറേഷൻ ഓഫീസിൽ കൊണ്ടു കൊടുക്കാമെങ്കിൽ ഈ മാടം കെട്ടിയ സ്ഥലം പതിച്ചു കിട്ടും അത്രേ. ഞാൻ ഫാറം പൂരിപ്പിച്ചു, അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി. ചെന്നപ്പോൾ ഓഫീസിൻ്റെ മുറ്റം നിറയെ ആളിങ്ങനെ കാത്തു കെട്ടി കിടക്കുക. ആളുകളുടെ പേരും നമ്പറും കൊണ്ടുപോകുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പേര് വിളിച്ച് ഞങ്ങൾ കയറി ചെന്നു. ഇരിക്കുന്ന ഒരു ആഫീസർ ചെറുപ്പക്കാരനാ, ഭയങ്കര ഗൗരവക്കാരൻ, തല നിവർത്ത് നോക്കുന്നില്ല. ഞങ്ങളുടെ മോന്ത കണ്ടിട്ട് കിരിയാത്ത കഷായം കുടിച്ച് വെച്ചിരിക്കുന്ന പോലെ. അച്ഛൻ ഇതും കള്ളാസ് മേടിച്ച് വെച്ചിട്ട് പറഞ്ഞു, മൂപ്പലെ കൊച്ചു ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, സാർ അടുത്ത വ്യാഴാഴ്ച വന്നാൽ മതിയോ? എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അങ്ങനെ മുഖം ഉയർത്തി. എന്നെ കണ്ടപ്പോൾ നാളെ വാ. നാളെ ചെന്നു. അങ്ങനെ എത്ര നാളെ ഞങ്ങൾ ഇട്ട് നടത്തി. അവസാനം അച്ഛന് ദേഷ്യം വന്നു. പൊന്നു ജമാനെ ഇത് തരുമെങ്കിൽ തരണം, ഇല്ല ഞങ്ങളെ എങ്ങ് പറഞ്ഞു വിടണം. വണ്ടിക്കൂലി കാശുണ്ടാക്കുന്ന പാട് ഞങ്ങൾക്കറിയാം. കാരണവരെ എന്നാ ഞാൻ കള്ളാസത്ത് വെച്ചിട്ടുണ്ട്, നാളെ ഒപ്പിട്ട് വന്നേക്കാം. നാളെ കാരണവർ വരണ്ട, മകളെ അയച്ചാൽ മതി. എന്താ അവിടെ പേര്? കുന്തി. അവൾ വന്നാൽ മതി. സാറേ അടുത്ത ദിവസം ഞാൻ ഒറ്റയ്ക്ക് പോയി. ഒരു നല്ല മനുഷ്യൻ്റെ മുമ്പിൽ പോകുന്നല്ലേ, ഇത് വൃത്തിയായിട്ടൊക്കെ പോയി. എന്തോന്ന് വൃത്തിയായിട്ട് പോകാൻ, ഉള്ള പാവാടയും ബ്ലൗസും ഒക്കെ തല്ലി കഴുകി കൊടുത്തുകൊണ്ട് പോയി. അന്നും എനിക്ക് ഇതുപോലെ ഒത്തിരി ചുരുണ്ട മുടിയുണ്ട്. ഞാനത് തെറ്റി എടുത്ത് റിബൺ കട്ടി തോളിലൂടെ മാർമറച്ചങ്ങോട്ടിട്ടു. കണ്ണെഴുതി പൊട്ടു തൊട്ടു. ആ ചെറ്റയിലിരിക്കുന്ന പൊട്ടിയ കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു ഇഷ്ടം. ആഫീസിലെ അരക്കടകിൻ്റെ താഴെ എൻ്റെ പാവാട തുമ്പ് കണ്ടപ്പോൾ സാറ് വിളിക്കുന്നു, കുന്തി കടന്നു വരൂ. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി, അടിമുടിയൊന്ന് നോക്കി. കുന്തി, നീ ഒരു കൊച്ചു സുന്ദരിയാണല്ലോ, പാടാൻ അറിയാവോ? എന്താ സാർ? പാട്ടറിയോ? അറിഞ്ഞൂടാ സാർ. നാടകത്തിൽ അഭിനയിക്കുന്ന ഇഷ്ടമാണോ? എന്താ സാർ? നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ വിചാരിച്ചാൽ ചാൻസ് ഉണ്ടാവും, പൈസ പഠിച്ചുതരാം. പിന്നെ കഴിവുണ്ടെങ്കിൽ സിനിമയെ കൊണ്ടുപോവാം. ഞാനൊന്നും മിണ്ടിയില്ല. ഉടനെ സാറങ്ങ് പോയി. ഇറങ്ങിയങ്ങ് വെളിയിൽ പോയതല്ല, ആ മുറിഞ്ഞിരിക്കുന്ന സ്ക്രീനുണ്ട്, സ്ക്രീനിൻ്റെ അപ്പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് തിരിച്ചൊന്ന് പോയതുപോലല്ല, കോട്ടും ടൈയും ഒക്കെ അഴിച്ചിട്ടിട്ടാ വന്നിരിക്കുന്നു. വന്ന് എൻ്റെ ചുമലിൽ കൈവച്ചു. കുന്തി, കലാരംഗത്ത് നിനക്ക് ശോഭനമായൊരു ഭാവിയുണ്ട്. നിന്റെ ഈ കരിനീല മിഴികൾ വിളിച്ചറിയിക്കുന്നതാണ്. ഇതൊക്കെ പറയുന്നതിനിടയ്ക്ക് ആ മനുഷ്യൻ 2 കൈ കൊണ്ട് വാരി എടുത്ത് പെട്ടെന്ന് വാരിയെടുത്തയാൾ വാരിയെടുത്തയാൾ എന്നെ വിടും സാർ, എന്നെ വിടും സാർ. എന്നെ വാപത്തി പിടിച്ചു. വാരിയെടുത്തയാൾ സ്ക്രീനിന്റെ പിന്നിൽ കിടക്കയിൽ വീണ ഞാൻ, സ്ക്രീനിന്റെ പിന്നിൽ കിടക്കയിൽ വീണ ഞാൻ, ആണിന്റെ ഗന്ധം നുകർന്നു. സ്ക്രീനിന്റെ പിന്നിൽ കിടക്കയിൽ വീണ ഞാൻ, ആണിന്റെ ഗന്ധം നുകർന്നു. ആദ്യമായി ആണിന്റെ ഗന്ധം നുകർന്നു, അന്നാദ്യമായി ആണിന്റെ ഗന്ധം നുകർന്നു. അങ്ങനെ ഒപ്പിട്ട് തന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ അഭയാർത്ഥി കോളനിയിലേക്ക് ഒരു കാറ് വരുന്നു. ആദ്യമായി ആണിന്റെ ഗന്ധം നുകർന്നു. അച്ഛാ ഇല്ല, കാറ് വരുന്നു, അദ്ദേഹം വരുന്നു, സാറ്. പൊന്നെ മാനെ, എന്താ ഇങ്ങോട്ടൊക്കെ ഞങ്ങളുടെ കുടിലോട്ടൊക്കെ എഴുന്നള്ളിയത്? കാരണവരെ
ഞാൻ കുന്തിയെ കൊണ്ടുപോകാൻ വന്നു. അവൾക്കൊരു ചെറിയ ചാൻസ് കൊടുക്കാൻ നാടകത്തിൽ പൈസ കിട്ടും. പിന്നെ അവൾക്ക് കഴിവുണ്ട് സിനിമയെ കൊണ്ടുപോകാം. ഞാൻ വിചാരിച്ചാൽ അതൊക്കെ നടക്കും നിസ്സാരമായിട്ട്. എന്നും ഇവിടെയൊക്കെ കഴിഞ്ഞാൽ മതിയോ? ഈ കുടിലിനകത്ത് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് കൊട്ടാരം കെട്ടി മിടുക്കനായിട്ട് കഴിയണം. ഞാനവളെ കൊണ്ടുപോട്ടെ. ഇപ്പോൾ കൊണ്ടുപോയാൽ നാളെ രാവിലെ ഇങ്ങോട്ട് വിടും. നാളെ വൈകിട്ട് കൊണ്ടുപോയാൽ മറ്റന്നാൾ രാവിലെ ഇങ്ങോട്ട് വിടും. അവിടുത്തെ ഇഷ്ടം പോലെ. സാറേ, അന്ന് എനിക്ക് 10 രൂപ കിട്ടി. ഞാൻ കൂടി അച്ഛൻ്റെ കൊടുത്തു. ഇത് എവിടുന്നാ മോളെ? ഇല്ല, സാറ് തന്നച്ചാ. എന്തിന്? നാടകത്തെ കളിച്ചതിന്. പിന്നെ എത്ര ചാൻസാണ്. ദിവസവും എന്നെ വിളിച്ചുകൊണ്ട് പോവല്ലേ. കുറച്ചും കൊണ്ട് കഴിയുമ്പോൾ ഞാൻ അറിയപ്പെടുന്ന നടിയായി. പത്രത്തിലൊക്കെ എൻ്റെ പടം. ആ പത്രക്കാർ വരുന്നു കൂടെ എന്നെക്കുറിച്ച് ഇൻ്റർവ്യൂ എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിച്ചിട്ട് എന്നെക്കുറിച്ച് ചില ഫീച്ചർ എഴുതാനായിട്ടൊക്കെ പത്രക്കാർ വരുന്നു, പടം എടുക്കുന്നു. തിരികെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടിലിൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറി, എൻ്റെ രൂപമൊക്കെ ഒന്ന് മാറി. അഭയാർത്ഥി കോളനിയിൽ ഞങ്ങളുടെ വീടാണ് നല്ല വീട്. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ വരുന്നവരാരും മോശക്കാരുമല്ല. അവരുമൊത്ത് ജീവിച്ചപ്പോൾ ഒരു പാഠം പഠിച്ചു സാറേ. അവർ വിളിക്കുന്നിടത്തൊക്കെ പോയി അവർ പറയുന്നൊക്കെ പോലൊക്കെ അഭിനയിച്ചു. ഒരു പാഠവും പഠിച്ചു. പണമില്ലെങ്കിലും പണം നേടാം, പഠിപ്പില്ലെങ്കിലും പണം നേടാം, പണമില്ലെങ്കിലും പണം കാണാം, ഉയർന്ന ഹോട്ടലിൽ മുറിയെടുക്കാം, പങ്കയ്ക്കു കീഴിലെ ശൃംഗാരനിദ്രയിൽ പങ്കെടുക്കാൻ മനസ്സുണ്ടായ പങ്കയ്ക്കു കീഴിലെ ശൃംഗാരനിദ്രയിൽ പങ്കെടുക്കാൻ മനസ്സുണ്ടായ എത്ര കലാട്യകുമാരന്മാർ, എത്ര കലാലയ തരുണന്മാർ, കിന്നാരകൂടി കിന്നാരമോദി പ്രേമലേഖനമെഴുതി. ഒരു ദിവസം സ്റ്റേജ് നിന്നപ്പോൾ ഒരു കള്ളാസ് കൊണ്ടു. പ്രേമലേഖനമാണെന്ന് അറിഞ്ഞില്ല. കള്ളാസ് കൊണ്ടുവന്ന് ഞാൻ അകത്ത് കൊണ്ടുവച്ച് നോക്കിയപ്പോൾ ദൈവമേ, ശിക്ഷ തന്നെ എഴുതി വച്ചിരിക്കുന്നവൻ. പ്രിയപ്പെട്ട കുന്തി, നീ എൻ്റെ ആത്മാവിൻ്റെ സ്വപ്നമാണ്. കഷ്ടം, നിന്നെ ഓർമ്മിച്ച് ഞാൻ ഉറങ്ങാറില്ല. അത് അതിനേക്കാൾ കഷ്ടം. അങ്ങനെ ഉറക്കം വരാത്ത രാത്രികളിൽ നിന്നെക്കുറിച്ച് എഴുതിയതാണ് അടിയിൽ കൊടുത്തിരിക്കുന്ന കവിതാശകലം. ഇത് ഞാൻ സപ്രശ്രയം നിന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നിന്റെ സ്വന്തം ധീരേന്ദ്ര ബ്രഹ്മചാരി. എടാ ബ്രഹ്മചാരി, അവൻ എഴുതി വച്ചിരിക്കുന്നു. അവൻ എഴുതിയിരിക്കുന്നത്, ഞാനൊരു സോഡ കുപ്പിയാണെങ്കിൽ നീ അതിനുള്ളിലെ ഗോലി. ഞാനൊരു സോഡ കുപ്പിയാണെങ്കിൽ നീ അതിനുള്ളിലെ ഗോലി. കുന്തി, നീ അതിനുള്ളിലെ ഗോലി. എൻ്റെ പ്രേമത്തിൻ്റെ ഗ്യാസ് ഉയരുമ്പോൾ നിന്റെ പ്രസിംഗാണു രക്ഷ. എൻ്റെ പ്രേമത്തിൻ്റെ ഗ്യാസ് ഉയരുമ്പോൾ നിന്റെ പ്രസിംഗാണ് രക്ഷ. കുന്തി, നിന്റെ പ്രസിംഗ്. എൻ്റെ സാറ് കൽക്കത്തയിലെ സകല ധീരത ബ്രഹ്മചാരി എനിക്കിപ്പോൾ അറിയാം. സകല ബ്രഹ്മചാരിക്ക് എന്നെ അറിയാം. ചോദിക്കും എന്താ കൽക്കത്ത നഗരം, കുന്തി പറഞ്ഞുതരാം. കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ടക്കരിയാണല്ലോ, കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ടക്കരിയാണല്ലോ. ഞാനീ കനിയുടെ നൂതന മധുരാഭിയൂഷം നുകർന്നെടുക്കും, ഞാനീ കനിയുടെ നൂതന മധുരാഭിയൂഷം. കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ടക്കരിയാണല്ലോ, കൽക്കണ്ടക്കരിയാണല്ലോ. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചു, എടീ കുന്തി, നമ്മളെന്തിനാ സിറ്റിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്? അവിടെ ചിത്പുരിയിൽ ഒരു അമ്മയുണ്ട്, പത്മാറാണിയമ്മ. അവർ പറഞ്ഞു, നിന്നെപ്പോലൊരു സുന്ദരി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ സമ്പാദിക്കാമെന്ന്. പാടി. സാറേ, ആ നശിച്ച കൂട്ടുകാരിയ എന്നെ പിടിച്ച് ഈ നരകത്തിൽ കൊണ്ട് തള്ളിയത്. ഈ നരകത്തിൽ എല്ലാ മുറിയിലും വിളക്ക് കെട്ടു, എല്ലാ മുറിയിലും ഇരുളിന്റെ തിരശ്ശീല വീണു. പത്മാറാണിയുടെ ആഫീസ് മുറി മാത്രം മങ്ങി കത്തുന്ന വെളിച്ചം.
ഒരു സബ് ഇൻസ്പെക്ടർ 4 പോലീസ് കോൺസ്റ്റബിൾമാരും പ്രത്യക്ഷപ്പെട്ടു. ആരാണ് പത്മറാണി? ആരാണ് പത്മറാണി? ഒരു വലിയ പയ്യൊന്നു. ഞാനാ കുഞ്ഞെ. എന്താ, എന്നെ അറിയത്തില്ലേ? കുഞ്ഞ് പുതിയ ആളാണെന്ന് തോന്നുന്നു. ഇതിന് മുമ്പൊരു നാൾ ഇവിടെ വരുമായിരുന്നു, എന്നെ അറിയുമായിരുന്നു, കൂടെ കൂടെ വരികയും ചെയ്യുമായിരുന്നു. കുഞ്ഞ് എന്തിനാ വന്നത്? മുറി വാടകയ്ക്ക് വേണം. വല്യമ്മയുടെ പേര് ഇവിടെ വരുന്നതെല്ലാം മുറി വാടകയ്ക്ക് എടുക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചൊരു പരാതി കിട്ടിയിരിക്കുന്നു. പരാതി? എന്ത് പരാതി? കൈ കാണിച്ച് വിളിക്കുന്നു. ഷോ കുഞ്ഞ്, അല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നിയമം അത് അനുവദിക്കുന്നില്ല. ഇവിടെ വരുന്നവരെ സ്വീകരിച്ചോളണം, അതാണ് നിയമം. പിന്നെ നിയമം എവിടെ? പെൺപിള്ളേരെല്ലാം എല്ലാം ഒളിച്ചു നിൽക്കുക. ഇടയ്ക്ക് കുന്തിയും യുധികയും മുമ്പോട്ട് വന്നു. എന്താ സാർമാര്, എന്താ കാര്യം? രണ്ടിനെയും കൈ വലങ്ങട്. അമ്മേ പത്മറാണി, അമ്മേ അമ്മേ. അടക്കനടി നിന്റെ പത്മാറാണി. രണ്ടിനെയും കഴുത്തിന് കുത്തി പിടിച്ച് വണ്ടിക്കകത്തേക്ക് എറിയാ. 2 ദിവസത്തിനകം നീ ഇതിനെ അനുഭവിക്കും. നിന്നെ 2 ദിവസം ഇവിടുന്ന് സ്ഥലം മാറ്റിയില്ലെങ്കിൽ എൻ്റെ പേര് പത്മാറാണി എന്നല്ല. വല്യമ്മ ഫോൺ എടുത്ത് കറക്കുന്നു. വല്യമ്മയ്ക്ക് വലിയ വലിയ ആളുമായിട്ടല്ലേ പിടിപാട് കിടക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സദാവൃതൻ അച്ഛനുമൊത്ത് ബിസിനസ് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഇരുട്ടിപ്പോയി. അയാളെ കാത്തിരിക്കുന്നൊരു വൃദ്ധൻ, തടിച്ച് കറുത്ത ഫ്രെയിമുള്ള കണ്ണട വെച്ചൊരു മൂപ്പിൽ, ഷർട്ടിടാത്ത വെളുത്ത് മെലിഞ്ഞൊരു മൂപ്പിൽ പൂണൂലിട്ടൊരു വൃദ്ധൻ. സദാവൃതൻ കൈകൂപ്പി, ആ മാഷോ, എന്താ മാഷ വിശേഷം? സദാവൃതൻ്റെ ഗുരുനാഥനാണ്. എന്താ മാഷ വിശേഷം? ഒരുപാട് കാലമല്ലേ കണ്ടിട്ട്, എന്താ കാര്യം? മൂപ്പിൽ കണ്ണട കയ്യിലെടുത്തു. സദാവൃത, ഞാൻ നിന്നെ വിശ്വസിച്ച് വന്നിരിക്കുക. നീ വിചാരിച്ചാൽ ഇപ്പോൾ കൽക്കത്ത നഗരത്തിൽ നടക്കാത്ത കാര്യങ്ങളില്ല. ചെറിയ സഹായം ചെയ്യണം. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വാടക കെട്ടിടത്തിൽ നിന്ന് 10 ദിവസത്തിനകം മാറിക്കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തു പോയി. നീ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരണം. മാഷെ, ഈ നിസ്സാര കാര്യത്തിന് മാഷ് ഇവിടം വരെ ബന്ധപ്പെട്ട് വരണ്ടായിരുന്നു. ഒരു പയ്യനെ പറഞ്ഞു വിട്ടെങ്കിൽ ഞാനങ്ങ് വരില്ലേ? അല്ല, മാഷ് ഇപ്പോഴും വാടക കെട്ടുന്നതിലാണോ താമസം? സ്വന്തമായിട്ട് വീടൊന്നും വെച്ചില്ലേ? ഒരുപാട് പൈസ കിട്ടുന്നു, വലിയ വലിയ വീട്ടിലൊക്കെ ട്യൂഷനുണ്ട്, ഇതൊക്കെ കേട്ടു വീടൊന്നും വെച്ചില്ലേ? ശരിയാണല്ലോ സദാവൃത, ഞാനിതുവരെ സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാനൊരു രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ഈ ട്യൂഷൻ വെച്ച് പഠിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ കുട്ടികൾ മാത്രം പിടിച്ചു കയറിപ്പോയാൽ നമ്മുടെ രാജ്യം നന്നായി എന്നങ്ങനെ പറയാൻ കഴിയും സദാവൃത. 95% കുട്ടികളും ട്യൂഷൻ വെച്ച് പഠിപ്പിക്കാൻ കഴിവില്ലാത്തവൻ്റെ മക്കളല്ലേ. എനിക്ക് 550 രൂപ വരെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകം മേടിച്ചു കൊടുക്കുക എനിക്ക് കടവാ. മാഷയുടെ പാദങ്ങളിൽ പൂവിട്ട് തൊഴാൻ തോന്നിപ്പോകുന്നു. മാഷ് പറഞ്ഞത് ശരിയാണ്, ഇപ്പോഴും ശരിയാണ്. അന്ന് പറഞ്ഞത് ഇപ്പോഴും ശരിയാണ്. സ്കൂളിൽ 2 നേരമല്ലേ. സൗകര്യമുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൂടിയ പള്ളിക്കൂടം, പാവപ്പെട്ടവൻ്റെ പിള്ളേർക്ക് പഠിക്കാൻ കഞ്ഞി പള്ളിക്കൂടം, അല്ലെങ്കിൽ ഉപ്പുമാവ് പള്ളിക്കൂടം. എൻ്റെ വീട്ടിനടുത്തൊരു ചെറുക്കൻ കറങ്ങി നടക്കുന്ന മണി 11 അപ്പം ഞാൻ ചോടാ, ശങ്കരൻകുട്ടി എന്താ സ്കൂളിൽ പോകണ്ടേ? സാറേ, അത് ഉപ്പാവ് ശരിയാകും 11:30 മണിയാവും. അന്നേരം അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അവൻ പോകുന്നത് തന്നെ അതിനാ. അവൻ്റെ പോക്കൊന്ന് കാണണ്ട. സ്ലേറ്റ് പുസ്തകമൊന്നുമില്ല. സ്ലേറ്റിന് പകരം ഒരു ഫ്രെയിം മാത്രം കയ്യിലിരിപ്പുണ്ട്. അതിൻ്റെ അറ്റത്ത് വെട്ടുകത്തി പോലൊരു സാധനം ഇരിപ്പുണ്ട്. പോകുന്ന വഴിക്ക് അവൻ്റെ പാഠം എഴുത്ത് 100, 99, 98, 97. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു തുള്ളി പാൽ കുടിച്ചിട്ടില്ല കേട്ടോ. അത് കുടിച്ചില്ലെങ്കിൽ അമ്മച്ചി കരയും. അമ്മച്ചി കരയുന്ന വീട്ടിലെ പ്രയാസങ്ങൾ ഓർത്തിട്ടാണ്. ഞാനും അച്ഛനെ പോലെ തടിയനാവണമെന്നാണ് അമ്മച്ചിയുടെ മോഹം. അച്ഛനൊരു ചവരിനാര് പോയിരിക്കുക. ഇതെല്ലാം എഴുതാൻ അവന് സമയമുണ്ടോ? ഇല്ല നിക്കറിൻ്റെ വള്ളി പിടിച്ച് കയറ്റണ്ടായോ? ഇതിനു മുമ്പ് 2 വള്ളി ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 വള്ളിയേ ഉള്ളൂ. 1 വള്ളിയേ ഉള്ളൂ, മുൻവശത്ത് ബട്ടൺസും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പിടുത്തം കൂടെ വേണം. മാഷയുടെ മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞോ? ശൈലയുടെ വിവാഹം? ശരിയാണല്ലോ സദാവൃത, ഞാൻ ഇതുവരെ ശൈലയുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. മാഷ് പോയിക്കോ, ഞാൻ നാളെയും വരാം. സദാവൃതൻ അടുത്ത ദിവസം വൈകുന്നേരത്ത് വീടന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം ആൾ മനസ്സിലാക്കുന്നത്. അയാളെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ജീവിക്കുന്നവനല്ലേ. സൗകര്യമുള്ള വീട്ടിലല്ലേ. സദാവൃത ഗുപ്ത നമ്മുടെ ശിവപ്രസാദ് ഗുപ്തയുടെ മകനല്ലേ. ആ വൈകിട്ട് ഇറങ്ങി നടന്നപ്പോഴാണ് വീട്ടിന് വല്ല പഞ്ഞുണ്ടോ കൽക്കത്ത നഗരത്തിൽ ഒരു ഈച്ചയ്ക്ക് പറക്കാൻ ഇടമില്ലാത്ത മട്ടിൽ ഇടത്തിങ്ങി ഞെരുങ്ങി നിൽക്കല്ലേ കെട്ടിടങ്ങൾ. വെറും കെട്ടിടങ്ങളോ കണ്ടില്ലേ? 20-ാം നൂറ്റാണ്ടിൽ ശില്പസൗന്ദര്യം ഇടതിങ്ങി ഞെരുങ്ങി
തികയാഞ്ഞ് ഉയരുന്നു തട്ടിൽ എത്ര സൗധങ്ങൾ ഇനിയും ഈ മണ്ണിൽ ഇടം തികയാഞ്ഞ് ഉയരുന്നു തട്ടിൽ എത്ര സൗധങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ശില്പ സൗന്ദര്യം. വീടുണ്ട്, ഒഴിഞ്ഞ വീടില്ല. അങ്ങനെ തിരക്കി ചെല്ലുമ്പോ ഒരു വീട് പൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നു. അന്വേഷിച്ചപ്പോ അതിന്റെ ഉടമസ്ഥൻ കല്യാണം കഴിഞ്ഞ് മധുവിധുവാഘോഷത്തിന് ഭാര്യയും കൊണ്ട് മറുനാട്ടിൽ പോയിരിക്കുന്നു. മധുവിധൂതൻ മതിരോത്സവത്തിനായി മറുനാട് ഭൂമി മിഥുനങ്ങൾ. മധുവിധൂതൻ മതിരോത്സവത്തിനായി മറുനാട് ഭൂമി മിഥുനങ്ങൾ. മണവറ തട്ടൊഴിഞ്ഞത്ര കിടക്കും മമഗുരുനാഥൻ ഇടമില്ലുറങ്ങാൻ. മണവറ തട്ടൊഴിഞ്ഞത്ര കിടക്കും മമഗുരുനാഥൻ ഇടമില്ലുറങ്ങാൻ. 20-ാം നൂറ്റാണ്ടിൽ ശില്പ സൗന്ദര്യം. മാഷെ അയാൾ അവിടെ ചെന്നു. രാത്രി 8 മണിയായിരിക്കുന്നു. മാഷേ, വാതിൽ തുറക്കപ്പെട്ടു. ഇറങ്ങി വന്നത് ഷൈല. ശൈലേ, നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ആള് വല്ലാതെ മാറിപ്പോയല്ലോ. മാഷ എവിടെ? അച്ഛൻ അതിരാവിലെ പോയതാ. വീടന്വേഷിക്കാൻ പോയിരിക്കുക. കയറി ഇപ്പൊ വരും. കയറി ഇരിക്കൂ സാർ. അകത്ത് കയറിയെന്ന് ഒരുപാട് പുസ്തകം ചെതിരി കിടക്കുന്നു. പണ്ഡിതനായ ഗുരുനാഥന്റെ മുറി നിറയെ പുസ്തകം. ഒരെണ്ണം എടുത്ത് മറിച്ചു നോക്കി. ഇന്ത്യൻ ഹിസ്റ്ററി. ഷൈലെ ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങോട്ട് മാറുന്നില്ല. ചോദിക്കട്ടെ, 1 മാസം കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുമോ? മാഷ് പറഞ്ഞു 10 ദിവസം ഇറങ്ങി കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തു പോയിരുന്നു. വീട് കിട്ടാൻ പ്രയാസമാണ്. ഞാൻ അന്വേഷിച്ച് നോക്കി. 1 മാസം കൂടെ താമസിക്കാമോ? ഞാൻ ഒന്ന് ശ്രമിക്കാം. സാർ, അത് നടക്കുമെന്ന് തോന്നില്ല. ഇന്ന് രാവിലെ വീട്ടുടമസ്ഥൻ വന്ന് പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് പോയി. പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് പോയോ? അപ്പം പിന്നെ നിങ്ങളെങ്ങനെ ആഹാരം പാകം ചെയ്യും? വെള്ളമില്ല. അങ്ങനെ സാർ ആഹാരം പാകം ചെയ്യുക? മാഷ് അറിഞ്ഞോ? ഇല്ല, അച്ഛൻ പോയതിന് ശേഷമായിരുന്നു. മാഷ് എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോയത്? ഇല്ല, അച്ഛൻ അതിരാവിലെ പോയി. നീ എന്തെങ്കിലും കഴിച്ചോ? മറുപടിയില്ല. രാത്രി 8 മണിയായി. ഷൈലേ, ഞാൻ നിനക്ക് ആഹാരം കൊണ്ടുവരാം. അയ്യോ സാർ, വേണ്ട വേണ്ട. എടി പെണ്ണെ, നീ ലജ്ജിക്കണ്ട. നിനക്ക് ഞാൻ ആഹാരം മേടിച്ചോണ്ട് വരാം. വേണ്ട സാർ, അത് വേണ്ട വേണ്ട വേണ്ട. ഇത്തിരി വെള്ളം കിട്ടിയ തിരക്കിട്ടില്ലായിരുന്നു. ഒരു പാത്രം എടുക്ക്. അയാൾ ഒരു പിച്ചളക്കുടം പുറത്തേക്ക് നീട്ടി. അയാൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ആരാണ്? കോട്ടും പാൻറ്റും ടൈയൊക്കെ ധരിച്ച മനുഷ്യൻ, MA-കാരൻ, ഒഡീഷൻ്റെ മകൻ. കുടമെടുത്തോണ്ട് നടറോടെ വെള്ളം എടുക്കാൻ പോകുന്നു. നമ്മൾ ആരെങ്കിലും കാണിക്കും മണ്ടത്തരം. നല്ല ഏർപ്പാടായിപ്പോയി. ഇവിടെ SSLC പാസ്സായ പിന്നെ കുനിഞ്ഞു കുപ്പ എടുക്കുന്ന പണിയില്ല. SSLC പാസ്സായ മോൻ്റെ അടുത്ത് അമ്മയൊന്ന് ചോദിച്ചു നോക്കണം, ഒന്ന് പറഞ്ഞു നോക്കണം. മോനെ സുകുമാരൻകുട്ടി, അമ്മയ്ക്ക് തീരെ വയ്യ, ചെന്നൊരു കുടം വെള്ളം കോരിക്കൊണ്ടുപോവാ. എനിക്ക് വെള്ളം കോരാനൊന്നും പറ്റത്തില്ല, ഞാൻ SSLC പാസ്സായി പോയിരിക്കും. പാത്രത്തിൽ വെള്ളം നിറയുന്നു. അപ്പൊ മാഷ് വന്നു. സദാവൃത, ഇത് ഞങ്ങളുടെ പാത്രമാണല്ലോ, നിനക്കങ്ങനെ കിട്ടി? മാഷേ, സംഭവം അറിഞ്ഞോ? വീട്ടുടമസ്ഥൻ വന്ന് പൈപ്പ് ലൈൻ കെട്ടിയിട്ട് പോയി. വീട് കിട്ടാൻ പ്രയാസം. മാഷ് ഒരു കാര്യം ചെയ്യും, മകളെ വിളിച്ചോണ്ട് വരും. എൻ്റെ വീട്ടിൽ താമസിക്കാം. അവിടെ ഒരുപാട് മുറി വെറുതെ കിടക്കുക. വരൂ മാഷേ. ശുദ്ധഗതിക്കാരൻ മാഷങ്ങ് തയ്യാറായി. അങ്ങ് അവിടെ ചെന്നു. അകത്ത് സംഭാഷണം കേട്ടപ്പോൾ സദാവതിന് മനസ്സിലായി ശരിയാവില്ല. അകത്ത് അച്ഛനും മോളും കൂടെ ഭയങ്കര വഴക്ക്. അച്ഛനെന്താ ഭ്രാന്താണ്? എന്താ മോളെ? വല്ലവരുടെ വീട്ടിൽ പ്രായമായ മകളെ വിളിച്ചോണ്ട് പോയി താമസിക്കുന്നു, നാണമില്ലേ? മൂപ്പിൽ ഇറങ്ങി വന്നു. സദാവൃത, ഞങ്ങൾ വരുന്നില്ല. അയാളുടെ കണ്ണു നിറഞ്ഞു. മാഷേ, ഇപ്പം ഞാൻ പോട്ടെ. താനൊരു വലിയ ആളായിട്ട്, വലിയ സ്വാധീനമുള്ള ഒരാളുടെ മകനായിട്ട് മാഷക്കൊരു നിസ്സാര കാര്യം സാധിച്ചു കൊടുക്കാനൊത്തില്ലല്ലോ. സദാവതൻ ഇറങ്ങിപ്പോകുമ്പോൾ അയാൾക്കെതിരെ ഒരു കാർ പോകുന്നു. ചലിക്കുന്ന കൊട്ടാരം പോലെ അടിച്ചു പറത്തിക്കൊണ്ട് ഇതാ പോകുന്നൊരു കാർ. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിപ്പുരിയിൽ. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിപ്പുരിയിൽ. ഗണിക മന്ദിർ അണയുന്നതിൽ ഒരു യുവതനിക നിറങ്ങുന്നു. ഗണിക മന്ദിർ അണയുന്നതിൽ ഒരു യുവതനിക നിറങ്ങുന്നു. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിപ്പുരിയിൽ. പത്മാറാണിയുടെ വീട്ടിന്റെ മുമ്പിൽ തന്നെ കാർ നിന്നു. അതിൽ നിന്നൊരു തടിമാണ ചെറുപ്പക്കാരൻ ഇറങ്ങി. പത്മാറാണി ഓടി ഇറങ്ങി ചെന്ന് കൈക്ക് പിടിച്ചു. മോനെ ഇറങ്ങല്ലാൽ. യോ, ഇതാര്? എത്ര കാലമായി ഇവിടെ വന്നിട്ട്? ഞങ്ങളെയൊക്കെ അങ്ങ് മാറുന്നല്ലേ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എടി പിള്ളേരെ, ഇതേ എൻ്റെ റഗൻ മോൻ വന്നിരിക്കുന്നു. വല്യമ്മയ്ക്ക് വലിയ കാര്യമാകും വന്നാൽ. കാരണം വന്നാൽ പിന്നെ നല്ല കോള, ചോപ്സും പൊറോട്ടയും മുട്ടക്കറിയും മീൻകറിയും മട്ടനും ചിക്കനും മാത്രമല്ല സകല മുറിയും ഒന്നിച്ച് ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്ത് കളയും. അവൻ്റെ ഇടപാടാ.
വാമനെ ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു. അയ്യോ, കുഞ്ഞിനെ കണ്ട സന്തോഷം കൊണ്ട് എല്ലാം മറന്നുപോയി. എടി പെണ്ണേ, പത്മം പത്മം വാ. ഈ താക്കോൽ കൊണ്ടുപോയി അലമാര തുറന്ന് മുകളിലത്തെ തട്ടിൽ 2 പീസ് സ്കോച്ച് ബിസ്കറ്റ് ഇരിപ്പുണ്ട്. 2 പീസ് സോഡ എടുത്തിട്ട് വാ. പിന്നെ പത്മാറാണിയമ്മേ, എന്തുണ്ട് വിശേഷം? പിന്നെ വിശേഷം ചോദിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ അടിക്കും കേട്ടോ മോനെ. ഇപ്പൊ ഇവിടെ ഒരു ചെറുക്കൻ വന്നിരിക്കുന്നു, ഒരു സബ് ഇൻസ്പെക്ടർ, ഒരു മെല്ലാങ്കി ചെറുക്കൻ. മെനയാന്ന് സന്ദേഹിക്കാൻ ചില പോലീസുകാരുമായിട്ട് വന്നു. എൻ്റെ 2 വെമ്പുള്ളവരെ അടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ടഗറിനെയും യുധികയും. ടഗറിനെ കണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകത്തില്ല, ഇവിടെ അങ്ങ് സ്ഥിരതാമസമാക്കിയാനെ. ആരാണ് ഇവിടുത്തെ എസ്ഐ? അവനെ സ്ഥലം മാറ്റി കളയാം. അയാൾക്ക് ദേഷ്യം വരുന്നു. അവനെ സ്ഥലം മാറ്റി കളയാം. യവൻ വിചാരിച്ചത് നടക്കുന്നു. ആരാണ് ഇവിടുത്തെ എസ്ഐ? അവനെ സ്ഥലം മാറ്റി കളയാം. കാരണം ഇവൻ്റെ പോക്കറ്റിൽ കിടക്കായി പറഞ്ഞ സാധനമൊക്കെ. ഒരു പോക്കറ്റിൽ SI, ഒരു പോക്കറ്റിൽ CI, ഒരു പോക്കറ്റിൽ DYSP, ഒരു പോക്കറ്റിൽ DSP, ഒരു പോക്കറ്റിൽ മന്ത്രി. അവിടെ കിടടാ മന്ത്രി. ആരാണ് ഇവിടുത്തെ എസ്ഐ? അവനെ മാറ്റിക്കളയാം. കുഞ്ഞെ, നീ ഇപ്പോൾ അതിൽ ഇടപെടണ്ട. ഈ നിസ്സാര കാര്യത്തിൽ നീ ഇടപെടണ്ട. ഞാൻ അപ്പോഴേ ആണുങ്ങൾക്ക് ഫോൺ ചെയ്തു. 2 ദിവസത്തിനകം ഇവനെ ഇവിടുന്ന് സ്ഥലം മാറ്റിയില്ലെങ്കിൽ എൻ്റെ പേര് പത്മാറാണി എന്നല്ല. അമ്മച്ചി, അമ്മച്ചി, മദ്യമെടുക്കാൻ പോയ പത്മ നിലവിളിച്ചോണ്ട് ഓടി വരുന്നത്. അമ്മച്ചി, കുസുമേട്ടത്തി തൂങ്ങിച്ചത്ത് നിൽക്കുന്നേ. കുസുമം മറ്റൊരു വാരാങ്കന. ജീവിതം അവസാനിപ്പിച്ചു. അവൾക്ക് മതിയായി, അവൾക്ക് മടുത്തു. ഇത്തരം ബ്രോത്തലുകളിൽ, ഇത്തരം വേശ്യാലയങ്ങളിൽ ഈ വിധത്തിലുള്ള സംഭവങ്ങൾ സാധാരണയാണ്. മനസ്സോടാണ് ഒരു പെണ്ണ് ഈ നശിച്ച സ്ഥാപനത്തിൽ ചെന്ന് കയറുന്നത്. വശക്കേട് എന്ന് വീണ് പോകുന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും തപ്പിക്കൊണ്ട് കൊടുക്കുന്നതാണ്. ഇറങ്ങിപ്പോരാൻ പറ്റില്ല. ഇറങ്ങി വന്നാൽ പിന്നെ ആർക്ക് വേണം ഇതിനെ? അതുകൊണ്ട് പലരും അവിടെ വെച്ച് ജീവിതത്തിന് പൂർണ്ണ വിരാമം ഓടുന്നു. 2 മിനിറ്റ് ഇയാൾ ഇറങ്ങിപ്പോയി കളഞ്ഞു. ഈ റഗൻലാൽ അവൻ ഇറങ്ങിപ്പോയി കളഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞ് കുന്തിയും യുധികയും വന്നു. ലോക്കപ്പിൽ കിടന്ന പിള്ളേർ. അവർ വന്ന് കാണുന്ന പോലീസ് വാൻ. അയ്യോ അയ്യോ, ഞാൻ മുട്ടക്കറി ഇവിടെ എന്താടാ പോലീസ് വാൻ? അറിഞ്ഞില്ലയോ? കുസുമായിട്ടൊന്ന് ചത്ത് കളഞ്ഞു. തൂങ്ങിച്ചത്ത്. അവൻ പറഞ്ഞില്ലേ നിസ്സാരമായിട്ട് തൂങ്ങിച്ച സാധാരണ സംഭവം പോലെ തൂങ്ങിച്ചത്ത്. എടീ കുസുമം, 2 ദിവസം മുമ്പ് നീ പറഞ്ഞ പണി പറ്റിച്ചു കളഞ്ഞല്ലേ. യുദ്ധികെ, നമുക്ക് പോയെന്ന് കാണാം. പോലെ അവിടെ അറുത്ത് കീറുക. പോസ്റ്റ്മോർട്ടം മനസ്സിന്റെ പ്രയാസം കൊണ്ട് ചത്തെന്നാ പറയുന്നത്. അതുകൊണ്ട് മനസ്സ് കീറി നോക്കി അതിലെ ഇവിടെ പ്രയാസം വന്ന് കയറിയെന്ന്. പോസ്റ്റ്മോർട്ടം എന്ത് പോസ്റ്റ്മോർട്ടം? എന്നിട്ട് ഡോക്ടർ എഴുതി കൊടുത്തോ എനോർമൽ സൂയിസൈഡ്. അത് സാധാരണ ആത്മഹത്യ. എത്ര പട്ടിയാവുന്നു റോഡിൽ കിടന്നു. ചില പട്ടിക്ക് വിവരമില്ലല്ലോ. ഒരു ലോറി ഇങ്ങനെ പാഞ്ഞു വരുന്നു. നമ്മുടെ മുഹമ്മദ് കുഞ്ഞു മുതലാളിയുള്ള ലോറി ഇങ്ങനെ പാഞ്ഞു വരുന്നു. ഒരു പട്ടി അത്യാവശ്യമായിട്ട് എടുത്ത് കുറുക്കിയാടി ഞാവും കിടക്കുന്നു. തീർന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നു. ആ പട ചമ്മന്തിയാക്കൊണ്ടങ്ങ് പോയി. പുറത്തൊരു കാർ വന്നു, തേച്ച് പിടിപ്പിച്ചുകൊണ്ടങ്ങ് പോയി. 5-6 കാക്ക വന്നു കുത്തി പുറക്കൊണ്ട് പോയി. തീർന്നില്ല ഇടപാട്. അതുപോലെ ഒരു ചാക്കാല നോർമൽ സൂയിസൈഡ്. ഇടപാട് തീർന്നു. യുദ്ധിക്ക് ഞാൻ പോകുന്നടി. 4-5 ദിവസം മുമ്പ് അച്ഛൻ സുഖമില്ല കിടക്കുന്ന കണ്ടിട്ട് പോകുന്നവളായാൽ ഞാൻ പോകുന്നു. അർദ്ധരാത്രി ആയപ്പോൾ കുന്തി മൈതാനത്തെത്തി. ദൂരെ വെച്ച് അവൾ കണ്ടു. മൈതാനത്ത് അഭയാർത്ഥി കുടിലുകളെല്ലാം വെന്തെരിയുന്നു. അന്തരീക്ഷത്തിലേക്ക് തീജ്വാലകൾ ആളിപ്പടരുന്നു. വാവിട്ട് കരഞ്ഞുകൊണ്ട് മനുഷ്യൻ ഓടുന്നു. ഒരു കൊടുങ്കാറ്റ് മാതിരി അവൾ പാഞ്ഞെത്തി. പക്ഷെ അവിടെ വീട് വെന്തെരിഞ്ഞ് ചാമ്പലായി കഴിഞ്ഞു. ചേച്ചി, അച്ഛനെ തല്ലിക്കൊന്നു, അച്ഛനെ തല്ലിക്കൊന്നു. അരഞ്ഞത്തിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. തൊട്ടടുത്ത അച്ഛൻ കത്തിയെരിഞ്ഞു കരിഞ്ഞ മുഖവുമായി അച്ഛൻ നിലത്തു കിടപ്പു നിശേഷനായി. കത്തിയെരിഞ്ഞു കരിഞ്ഞ മുഖവുമായി അച്ഛൻ നിലത്തു കിടപ്പു നിശേഷനായി. അഭയാർത്ഥി കുടികളെല്ലാം വെന്തെരിഞ്ഞ് മണ്ണോട് ചേർന്നു. കമ്പും കൊഴിയെല്ലാം കത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് അഭയാർത്ഥികൾ, ആരോരുമില്ലാത്തവർ, കുറെ നിരാലംബ ജീവികൾ വരി വരിയായി, കുറെ കരിനിഴലുകൾ, ആരോരുമില്ലാത്തവർ, എവിടേക്കെന്നില്ലാതെ എങ്ങോട്ടെന്നില്ലാതെ കെട്ടും ഭാണുവച്ചുകൊണ്ടുമായി ഇതാ കുടിയിറക്കപ്പെടുന്നു. ഇന്ത്യയിലെ പൗരന്മാരും പൗരികളും, നമ്മുടെ സഹോദരന്മാരും സഹോദരികളും, ഒരാൾക്ക് വേണ്ടി, ആരോ ഒരുത്തിന് വേണ്ടി നിരവധി കുടുംബങ്ങൾ, 100 കണക്കിന് കുടുംബങ്ങൾ കുടിയിറക്കപ്പെടുന്നു.
എല്ലാറ്റിനും ഒടുവിൽ പിഞ്ചോമന കുഞ്ഞുങ്ങളെ ഒക്കത്തിന്ത്യ മാതാക്കളും സഹോദരിമാരും എല്ലാം ഉണ്ട് ആ ജാഥയിൽ. ഏറ്റവും ഒടുവിൽ കുന്തി അനുജത്തിനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടു ശിവപ്രസാദ് ഗുപ്ത സാറിന്റെ ആഫീസ്, ലാൻഡ് ഡെവലപ്മെന്റ് സിൻഡിക്കേറ്റ്. അദ്ദേഹം മുകളിലുണ്ട്. ശിവപ്രസാദ് ഗുപ്ത വളരെ ബിസിയാണ്. ഫയൽ മറിക്കുന്നു, സിഗരറ്റ് പോയിക്കുന്നു, ഇടയ്ക്ക് സൈൻ ചെയ്യുന്നു, ഫോൺ എടുക്കുന്നു. യെസ് ഗുപ്ത, അതെ ശിവപ്രസാദ് ഗുപ്ത. ആര്? ആ, എന്തായി? ശരിയായോ? വീടെല്ലാം പൊളിച്ചോ? എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് പൊളിച്ചു തീയിട്ടോ? ഗുഡ്. മൂപ്പി നേർത്തോ? സാരമല്ല, ഒഴിച്ചിട്ട് കളയാം. പിന്നെ വേറെ എന്തുണ്ട്? മറ്റന്നാൾ അപ്പോൾ നമ്മുടെ ഫാക്ടറിയുടെ കല്ലിടാമല്ലോ. അതെ, മറ്റന്നാളാണ് ഫാക്ടറിയുടെ കല്ലടിയിൽ. കല്ലിടുന്നോ മുഖ്യമന്ത്രി? ഓ, മുഖ്യമന്ത്രിയുടെ പേരല്ലേ കൊത്തി വെച്ചേക്കുന്നു. അതെ, വേറെ 5-6 മന്ത്രിമാരെ കല്ലേ കയറി പിടിച്ച് ഞാൻ പറഞ്ഞു വിടറേ, നിനക്ക് വേറെ കല്ല് തരാം. പിന്നെ വാട്ട് ഇസ് ദി റിയാക്ഷൻ? എനിക്ക് എൻ്റെ പ്രതികരണം അറിയണം. ജാഥയായിട്ട് പോകുന്നു. ചെങ്കൊടിയും പിടിച്ചോ? കമ്മ്യൂണിസ്റ്റുകാരാണ് കൊണ്ടുപോകുന്നത്. പെറ്റീഷൻ കൊടുത്തോ? പെറ്റീഷൻ കോപ്പി ഡൽഹിക്ക് അയച്ചോ? നോ മൈൻഡ്, ഞാൻ അടുത്ത ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഫോൺ താഴെ വെച്ചു. ഇപ്പോൾ സദാവതൻ അടുത്ത് നിൽപ്പുണ്ട്. അച്ഛാ, ഈ ബിസിനസ് പഠിക്കാൻ ഇനി ഞാനില്ല. അച്ഛൻ്റെ രാഷ്ട്രീയമായ ദുസ്വാധീനം ചെലുത്തി 10,000-കണക്കിന് പാവങ്ങളെ തിരുവാധാരമാക്കി പിന്നെയും കോടിക്കണക്കിന് വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള ബിസിനസ് പഠിക്കാൻ ഞാനില്ല. സദാവൃത 5-ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് അച്ഛൻ കണ്ടു മകൻ്റെ കാറ് കയറ്റി കടന്നു പോകും. മാഷേ, അയാൾ അവിടെ ചെന്നു. മാഷേ, ഇറങ്ങി വന്നത് ഷൈലയാണ്. ഷൈല കരയുന്നു. എന്താ ഷൈല? സാർ അകത്തേക്ക് വരണം സാർ. അച്ഛൻ ചുമച്ച് ചോരതുപ്പുന്നു സാർ. എന്താ മാഷേ? എന്താ ഷൈല? അച്ഛന് ക്ഷയരോഗമാണ്. ഡോക്ടർ വന്നിരുന്നു, മരുന്ന് കുറിച്ച് വന്നു, വാങ്ങിച്ചില്ല. മാഷെ പേടിക്കാവുന്നില്ല. ക്ഷയരോഗം അത്ര മാരകമായ രോഗമൊന്നുമല്ല. ഞാൻ മരുന്ന് മേടിച്ചു കൊടുത്തേക്കാം. വരൂ ഷൈലെ. മരുന്ന് വാങ്ങിച്ച് രണ്ടുപേരും മരുന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ കാറ് വന്നു. കദർശാലും ഗാന്ധി തൊപ്പിയും വളഞ്ഞോടിയിട്ട് അദ്ദേഹം ഇറങ്ങി. സദാവൃത, ഇവിടെ എന്താ കാര്യം? മരുന്ന് മേടിക്കാം. ആർക്ക്? മാഷക്ക് എന്താ? അദ്ദേഹത്തിന് ക്ഷയരോഗമാണ്. മരുന്ന് കിട്ടിയോ? മരുന്ന് കിട്ടി. ഈ പെണ്ണേതാണ്? എന്റെ കൂടെ നിൽക്കുന്ന പെണ്ണേതാ? മാഷ മകളാണ്. മാഷ മകളാണ്? നാണമല്ലോടാ, വേഗം വീട്ടിൽ വരണം. മാഷ മകളാണ്. അച്ഛൻ കാറ് വിട്ടുപോയി. ഒരുവിധപ്പെട്ട അച്ഛന്മാർക്ക് സഹിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ശരിക്കും ശിവപ്രസാദ് ഗുപ്തയെ പോലുള്ള അച്ഛൻ തീരെ സഹിക്കില്ല. അതുകൊണ്ട് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് അച്ഛൻ മകനോട് പറയുന്നു, സദാവൃത, ഇന്ന് നീ ബോസിനെ കാണണം. ഏത് ബോസ്? അറിയില്ലേ? സുവനീർ എഞ്ചിനീയറിംഗ് ഫാക്ടറിയുടെ പ്രൊപ്പറൈറ്റർ കോടീശ്വരൻ മിസ്റ്റർ ബോസ്. അദ്ദേഹത്തിൻ്റെ ഏക മകൾ മനിലയെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നീ ഒറ്റയ്ക്ക് നടന്നാൽ ചീത്തയാകുന്ന സകല ലക്ഷണമുണ്ട്. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട, ഇന്ന് കണ്ടിരിക്കണം ബോസിനെ. അച്ഛനെ എതിർക്കാൻ അറിയില്ല. അതുകൊണ്ട് ബോസിനെ കാണാൻ പോയി. ചെന്നപ്പോൾ 10 നില കെട്ടിടം. അച്ഛൻ്റെ കെട്ടിടം 5 നില. അമ്മാവിയപ്പൻ ആളുടെ കെട്ടിടം 10 നില. അങ്ങനാണല്ലോ സംബന്ധാലോചനയുടെ പോക്ക്. ലിഫ്റ്റിൽ കയറിയായിരുന്നു. ചെന്നപ്പോൾ 10-ാമത്തെ എയർ കണ്ടീഷൻ ചേംബറിൽ അങ്ങനെ ഇരിക്കുന്നു മിസ്റ്റർ ബോസ്. വെളുത്ത് തടിച്ച മാന്യൻ, വെള്ള ജൂബ, അതിൻ്റെ പുറത്ത് കറുത്ത വേസ്റ്റ് കോട്ട്, കറുത്ത കണ്ണട, എന്നിട്ട് കവിൾത്തട്ടി നോക്കിയിട്ട് ഒരു 5-6 ഓറഞ്ച് കെട്ടി തൂക്കി നിർത്തിയിരിക്കുന്ന പോലെ, കയ്യിലൊരു ചുരുട്ട്, ഓലച്ചൂട്ട് പോലൊരു ചുരുട്ട്. മിസ്റ്റർ ബോസ്, കോടീശ്വരൻ മിസ്റ്റർ ബോസ്. ഹലോ, മിസ്റ്റർ സദാനന്ദ ഗുപ്ത, യു ആർ ജൂനിയർ ഗുപ്ത. ഗ്ലാഡ് ടു മീറ്റ് യു. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കൂ. സ്മോക്ക് ചെയ്യോ? ഇല്ല സാർ. ഗുഡ്. എനി ഹോട്ട് ഡ്രിങ്ക് കുടിക്കുമോ? ഇല്ല സാർ. വെരി ഗുഡ്. മിസ്റ്റർ സദാവത്, ഇപ്പോൾ വിളിച്ചത് വളരെ ചെറിയൊരു കാര്യം പറയാനാണ്. ഈ കമ്പനിയുടെ മാനേജരായിട്ട് നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. 2000 രൂപ ശമ്പളം. നാളെ തന്നെ വന്ന് ചാർജ് ഏറ്റെടുത്തോളൂ. ദാറ്റ്സ് ഓൾ. എന്താ അത്ഭുതത്തോടെ നോക്കുന്നത്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? ഈ കമ്പനി പങ്ക ഫാൻ നിർമ്മിക്കുന്ന കമ്പനി, നമ്മളാണ് അതിൻ്റെ മൊണോപ്പൊളി.
ഇന്ത്യ ഒട്ടാകെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിൽ എല്ലാം കറങ്ങുന്ന ഫാൻ നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, നമ്മളാണ് ഇതിൻ്റെ കുത്തക. ഈ ഫാക്ടറി എൻ്റെ മകളുടെ പേർക്കാണ്, എൻ്റെ ഏക മകൾ മനിലയുടെ പേർക്കാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൻ്റെ മാനേജർ മാത്രമല്ല, ആക്ച്വലി യു ആർ ദി പ്രൊപ്രൈറ്റർ. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പദം വന്നുകയാണ് നാളെ. മിസ്റ്റർ സദാവർത്ത്, ഒരു പുതിയ ജീവിതത്തിലേക്ക് പദം വന്നുമ്പോൾ പഴയ ജീവിതം നമ്മൾ വിസ്മരിക്കണം. നിങ്ങൾക്കൊരു ഗുരുനാഥനുണ്ടെന്ന് കേട്ടു, അയാളെ മറക്കണം. അമ്മാവിയപ്പൻ്റെ ഗുണദോഷം പുതിയ ജീവിതം തുടങ്ങാൻ ഗുരുനാഥനെ മറന്നിട്ടങ്ങ് തുടങ്ങിയേക്കാനാണ്. പിന്നെ നിങ്ങൾ കാര്യമായിട്ട് വായിച്ചു പഠിക്കുന്നു. നിങ്ങളുടെ വായനമുറിയിൽ മാർക്സ്, എംഗൽസ്, ലെനിൻ, സ്റ്റാലിൻ, മാവോ തുടങ്ങിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ നല്ല കാര്യം വായിച്ചു പഠിച്ചോളൂ. പക്ഷേ നമ്മൾ ബിസിനസ്സുകാരാണ്. നമ്മുടെ മുദ്രാവാക്യം വളരെ ചെറിയ മുദ്രാവാക്യം, പ്രോഫിറ്റ്, PROFIT, പ്രോഫിറ്റ്, ലാഭം, മോർ പ്രോഫിറ്റ്, കൂടുതൽ ലാഭം. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. ആരെയും വേണ്ടി വന്നാൽ നമ്മുടെ അച്ഛനും പോലും തട്ടിക്കളയും ലാഭത്തിന് വേണ്ടി. അതാണ് നമ്മുടെ മുദ്രാവാക്യം. മനസ്സിലായില്ലേ? അത് മറ്റു കാര്യമൊന്നുമില്ല, നാളെ തന്നെ ചാർജ് ചെയ്തോളൂ. ബൈ ബൈ, ചെറിയോ. നല്ല ഇടപാടായിപ്പോയി. അച്ഛൻ പറഞ്ഞു വിട്ട സ്ഥലം കൊള്ളാം. ഇറങ്ങി വന്ന് കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10ാമത്തെ നിലയിലേക്ക് ഒന്നുകൂടെ കണ്ണോടിച്ചു. കേട്ടില്ലേ ഉപദേശം? കുത്തക മുതലാളിയുടെ ഉപദേശം, കോടീശ്വരന്റെ ഉപദേശം, 2000 രൂപയുടെ ഉപദേശം. ദർശനങ്ങൾ മറക്കൂ, ദാർശനികന്മാരെ മറക്കൂ. ദർശനങ്ങൾ മറക്കൂ, ദാർശനികന്മാരെ മറക്കൂ. മാനവ ധർമ്മോപദേശങ്ങൾ അരുളിയ മാന്യ ഗുരുവിനെ മറക്കൂ. മാനവ ധർമ്മോപദേശങ്ങൾ അരുളിയ മാന്യ ഗുരുവിനെ മറക്കൂ. മറക്കൂ, നീ മറക്കൂ. മഹത്വചനങ്ങളെ മറക്കൂ. നിൻ മനസ്സിൽ സഹതാപാർഹത നിറയ്ക്കും. മഹത്വചനങ്ങളെ മറക്കൂ. മറക്കൂ, നീ മറക്കൂ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. ജാഥ വരുന്നു. 10,000 തൊഴിലാളികൾ ചെങ്കൊടികളുമായി ഒരു ചെങ്കടൽ ആർത്തിരമ്പി വരുന്ന മാതിരി സദാവതൻ കാർ നിർത്തി താഴെ ഇറങ്ങി ജാഥ കടന്നു പോവുകയാണ്. താൻ വായിച്ചു പഠിച്ചത്, ഈസി ചെറുക്കുന്നത് വായിച്ചു പഠിച്ചത് തൊഴിലാളികൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു. അങ്ങനെ കേട്ടു നിൽക്കുകയാണ് അയാൾ. ഈ ജാഥയുടെ കാലടി ശബ്ദമല്ലേ എന്റെ ഹൃദയ തുടിപ്പുകൾ. അങ്ങനെയുള്ള എന്നോടാണ് 2000 രൂപ ശമ്പളം തന്നിട്ട് കുത്തക മുതലാളി കോടീശ്വരൻ പറഞ്ഞു തരുന്നത്. മഹത്വചനങ്ങളെ മറക്കൂ. നിൻ മനസ്സിൽ സഹതാപാർഹത നിറയും. മഹത്വചനങ്ങളെ മറക്കൂ, നീ മറക്കൂ. മറക്കൂ, നീ മറക്കൂ. വീട്ടിലെത്തി അച്ഛൻ ചോദിച്ചു, ബോസിനെ കണ്ടോ മോനെ? കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ കണ്ടോ? ഇല്ല, മകളെ കണ്ടില്ല. അദ്ദേഹത്തിന് നിന്നെ വളരെ ഇഷ്ടമായി. ഇപ്പോൾ എനിക്ക് ഫോൺ ചെയ്തു. നീ പെണ്ണിനെ കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണാനും സംസാരിക്കാനും ഒരു അവസരം ഉടനെ ഉണ്ടാകാൻ പോവുക. അവരുടെ കമ്പനിയുടെ മീറ്റിംഗ്, അതിൻ്റെ വാർഷികം അടുത്തന്നെ കൊണ്ട് അന്നൊരു നാടകമുണ്ട്. കുന്തി എന്നൊരു നടി അഭിനയിക്കുന്ന നാടകം. അതിൽ ആ നാടകം കാണാൻ എന്നെയും മന്ദാകിനി അദ്ദേഹം പ്രത്യേകിച്ച് ക്ഷണിച്ചിരിക്കുക. അന്ന് നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ അവസരം ഉണ്ടാകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കുന്തി ഇപ്പോൾ പത്മാറാണിയുടെ വീട്ടിൽ പോകുന്നില്ല. അവർക്ക് ഇനി നാടകത്തിൽ ചാൻസ് കിട്ടി. ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അനിയത്തി അവിടെ താമസിച്ചു. നാടകത്തിൻ്റെ റിഹേഴ്സലിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ദിവസം ഇരുട്ടിപ്പോയി. ശാന്തി ഉറക്കം. പെണ്ണേ, പരീക്ഷയായിട്ട് കേൾക്കുന്ന ഉറങ്ങുന്നു. 250 രൂപയാ ട്യൂഷൻ ബസ് കൊടുക്കുന്ന. ഇവർക്ക് വേണ്ടി വല്ല കാര്യമുണ്ടോ? എടി പെണ്ണേ, മാസത്ത് കേൾക്കുന്ന ഉറങ്ങുന്നു. പെണ്ണേ, ബാധിട്ട് ഉറക്കപ്പെട്ടു. ലൈറ്റില്ല. ആരോ മുറ്റത്തൊക്കെ എടുത്ത് ചാടി തന്നെ തട്ടിമറിച്ചുകൊണ്ട് ഓടി. അകത്ത് കയറി ലൈറ്റ് ഇട്ടപ്പോ ഇതാ അനുജത്തി അർത്ഥനഗ്നയായിട്ട് സാരി വലിച്ചു വാരി മാറി മറച്ചുകൊണ്ട് നിൽക്കുന്നു. ജ്യേഷ്ഠത്തിയുടെ കണ്ണുകളിൽ തീപ്പരി. അനുജത്തിയുടെ തല പൊട്ടി. സ്നേഹമുള്ളവർക്കൊന്നും കണ്ടു നിൽക്കാനൊക്കില്ല. ഇവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നു, വേശ്യാലയിൽ പോകുന്നു. ഇവൾക്ക് ഒരുത്തിക്ക് വേണ്ടിയാണ്. താനോ നശിച്ചു. അനുജത്തിയെങ്കിലും രക്ഷപ്പെടണം.
അവൾ പഠിക്കണം, ഉദ്യോഗം നേടണം, കൊള്ളാവുന്നതിൻ്റെ കൂടെ ദാമ്പത്യ ജീവിതം നയിക്കണം. അതിനുവേണ്ടിയാണ് അവൾ തുടങ്ങിയിരിക്കുന്നത് വേറെ വിദ്യാഭ്യാസം. ആശുപത്രിയിൽ ആകാൻ കാരണക്കാരി താനാണല്ലോ, അതുകൊണ്ട് താൻ തന്നെ അവളെ ശുശ്രൂഷിക്കണം. കാശ് വേണ്ടേ? കാഷ്വാലിറ്റി വിഭാഗത്തിൽ കൊണ്ടുവന്നാൽ ഡോക്ടർ ആദ്യം കാര്യമായിട്ടൊക്കെ നോക്കും. പിന്നെയും ഡോക്ടർ നോക്കണമെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടാൽ പോരാ, കാണണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പോലെ കൂടെ കൂടെ ചെന്ന് കാണണം. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വെടിവെക്കും. 25 പൈസ. ഉടനെ ദൈവം ഉണർന്നു എന്നാണ് സങ്കല്പം. ദൈവം ഉറങ്ങുന്നതായിട്ടാണ് സങ്കല്പം. ഈ ഉറങ്ങിയിരിക്കുന്ന ആളുകൾ എന്തോ പറയാനാ, അതുകൊണ്ട് വെടിവെക്കും. 25 പൈസ. ഉടനെ ദൈവമാണ്, ദൈവമേ എൻ്റെ മോളെ മറിയപ്പള്ളിയിൽ അയച്ചേക്കുന്നത്, അവിടെ വയറ്റി കിടക്കുന്ന ഒരു ആൺകുട്ടി അയക്കണം, ദൈവം ഉറങ്ങിപ്പോയോ. ഇങ്ങനെ കൂടെ കൂടെ വെടിവെച്ച് ദൈവത്തെ ഉണർത്താൻ എവിടെ കാശുണ്ടോ? പക്ഷേ അവൾ പോയി. പത്മാറാണിയെ കണ്ടെച്ചാൽ കാശ് ഒപ്പിച്ച് അവിടെ കൊടുത്തു. ഡോക്ടർ പൊന്നുപോലെ കാശ് മേടിച്ച് പോക്കലിട്ടു. അതിൻ്റെ മണോ നാറ്റോ ഒന്നും നോക്കേണ്ട കാര്യമില്ലോ, മേടിച്ച് പോക്കലിട്ടു. സദാപതൻ അച്ഛൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതായപ്പോൾ മാനേജരായി. എയർ കണ്ടീഷൻ ചേംബറിൽ 10ാമത്തെ നിലയിൽ അങ്ങനെ ഇരിക്കുന്നു. ഒരു ദിവസം ബോസ് കയറി ചെന്നു. ഹലോ മിസ്റ്റർ സദാവത്, ഹൗ ഡു യു ഡു? ജോലികൾ എങ്ങനെ നീങ്ങുന്നു? എന്നെ ഡിഫിക്കൽറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബൈ നിങ്ങളെൻ്റെ മകളെ കണ്ടില്ലല്ലോ, മനലിയെ പരിചയപ്പെട്ടല്ലോ. വരും, ഇപ്പോൾ കാണാം. അവൾ ആ ക്ലബിലുണ്ട്. ഇപ്പോൾ ചെന്നാൽ ആ ക്ലബ്ബിൽ വെച്ച് കാണാം. ഇത്തിരി കഴിഞ്ഞാൽ അവൾ ആ ക്ലബ്ബിൽ നിന്ന് വേറെ ക്ലബ്ബിൽ പോയി കളയും. വിളിച്ചുകൊണ്ട് പോവുക, മകളെയും വിളിച്ച് മരുമാനെ കൊണ്ടുപോവാണ് മകളെ കാണാൻ. ക്ലബ്ബ് സദാവതിന് ഈ ക്ലബ്ബെന്ന് പറഞ്ഞു. അയാൾ പോയിട്ടുമില്ല. നമുക്കൊക്കെ സാധാരണ ജനങ്ങൾക്ക് ക്ലബ്ബെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ആ പാടെ ഒരു ക്ലബ്ബ് നമുക്കറിയാം, ദൈവവിലാസം കഞ്ഞി ക്ലബ്ബ്, അല്ലെങ്കിൽ മണികണ്ഠ വിലാസം കഞ്ഞിയും ചേമ്പും വെക്കുന്ന ക്ലബ്ബ്, നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ക്ലബ്ബ്, ഹോട്ടൽ. ഇത് സമ്പന്നന്മാരുടെ സംഗമസ്ഥാനം, കോടീശ്വരന്മാർ, ലക്ഷാധിപതികൾ, അവിടെ മക്കൾ ഒക്കെ സമ്മേളിക്കുന്ന സ്ഥലം. അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ നമ്മളറിയാതൊരു സംസ്കാരം അങ്ങനെ മറഞ്ഞു നിന്ന് ഇവിടെ നിന്ന് ഉല്ലസിക്കുന്നുണ്ട്. ആ തിരശ്ശീല നീക്കിയാൽ കാണാം മറുവശത്ത് ആ സംസ്കാരം. ഈ തിരശ്ശീലയ്ക്ക് ഇപ്പുറത്തുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. പാവപ്പെട്ട ജീവിതം, കഷ്ടിച്ച് നമ്മൾ കഴിഞ്ഞു കൂടുന്നു, എങ്ങനെങ്കിലുമൊക്കെ കിട്ടുന്നത് കലക്കി കുടിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്നു. അതിനപ്പുറത്ത് തിരശ്ശീലയ്ക്കകത്തൊരു ജീവിതമുണ്ട്. ആ ക്ലബിൽ മരുമാനെയും വിളിച്ചുകൊണ്ട് ചെന്നപ്പോൾ അയാൾക്കും സദാവർദ്ധൻ ഈ ക്ലബ്ബ് ജീവിതം കണ്ട് അമ്പരന്ന് പോയി. ഇതാ താൻ കല്യാണം കഴിക്കാറുന്ന പെണ്ണ് വേറൊരാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൾ മാത്രമല്ല, പ്രഭുകുമാരികൾ പല സൈസിലങ്ങ് നിൽക്കുന്നു. ഇവിടെയൊക്കെ വേഷം. അത്ഭുതപ്പെട്ടു പോയി സദാവർദ്ധൻ. കൈയില്ലാത്ത ബ്ലൗസ്, ഇറക്കമില്ലാത്ത ബ്ലൗസ്, പിന്നെ ഒന്നും ഇല്ലാത്ത ബ്ലൗസ്, പലതരത്തിൽ ഫോറിൻ സാരികൾ, ഡക്രൻ, ടെർലിൻ, ചോളികൾ, ലിപ്സ്റ്റിക്, ക്യൂട്ടക്സ്, റം, വിസ്കി, ബ്രാൻഡി, ജിൻ, സിഗരറ്റിന്റെ വെൺമേഘ ചുരുളുകൾ. ഒരു സ്വപ്നലോകം. ഹലോ മിസ്റ്റർ സദാവത്, മൈ ഡോട്ടർ ഇസ് ഗെറ്റിംഗ് റെഡി ഫോർ ദ ഡാൻസ്. യു പ്ലീസ് വെയിറ്റ് എ ലിറ്റിൽ. അല്പം കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. അയാൾക്ക് വലിയ വിഷമമായി പോയി. അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പ്രതീക്ഷിത വധു മനില വേറൊരാളുടെ കൈക്ക് പിടിച്ച് നിൽക്കുന്നു. അവരൊക്കെ തുടങ്ങിയല്ലോ പാട്ടും കൂത്തും കൂത്താട്ടവും.
തലവേദന വന്നു. അയാളുടെ അമ്മാവിയപ്പനാകാൻ പോകുന്ന ആൾ പറയുന്നു, ഇതാണത്രേ ഇന്ത്യ, ഇതാണത്രേ സ്വതന്ത്ര ഇന്ത്യ, ഇതാണത്രേ സ്വർഗം. അപ്പം വേറെ ഇത് ഇന്ത്യ രണ്ടുണ്ടോ എന്നാണ് അയാളുടെ സംശയം. വേറെ ഒരു ഇന്ത്യ കണ്ടിട്ടാണല്ലോ വന്നത്, പടവെട്ടുന്നവൻ്റെ പട്ടിണിക്കാരൻ്റെ ഇന്ത്യ. ഇവിടെ സുഖിമാന്മാർ മാത്രമുള്ള ഇന്ത്യ. അവരുടെ പാട്ടും കൂത്തും കൂത്താട്ടവും തുടരുകയാണ്. അമ്മാവിയപ്പൻ്റെ ക്ലബ്ബ്. ഈ കോലാഹലത്തിനിടയ്ക്ക് മണികിലുങ്ങുന്ന ശബ്ദത്തിൽ ഒരു വിളി കേട്ടു. ഡാഡി ഡാഡി. ആരും അച്ഛന്ന് വിളിക്കുകയാണ്, ഇംഗ്ലീഷ് അച്ഛനാ. ഡാഡി. അപ്പൊ അച്ഛൻ അങ്ങോട്ട്, മനില മനില. ഹലോ മിസ്റ്റർ സദാവത്, മൈ ഡോട്ടർ ഈസ് കമ്മിങ്. മൈ ബ്യൂട്ടിഫുൾ ഡോട്ടർ ഈസ് കമ്മിങ് ലൈക്ക് ആൻ ഏഞ്ചൽ. Manila, please come on. Here is Mr. Sadavath Gupta, your would-be husband. നിന്റെ ഭാവി വരൻ സദാവതനിതാ വരും, പരിചയപ്പെട്ടോളൂ. മിസ്റ്റർ സദാവത്, ഹൗ ബ്യൂട്ടിഫുൾ, ഹൗ ചാമിങ് ഈസ് ഷീ ടുഡേ, ഹൗ സെക്സി ഈസ് ഷീ ടുഡേ. മനില, പ്ലീസ് കം ഓൺ. നിങ്ങൾ പരിചയപ്പെട്ടോളൂ. അവളിഞ്ഞു വന്ന് പടിഞ്ഞാറൻ സ്റ്റൈലിൽ പരിചയപ്പെടുകയാണ്. വന്ന് ഭർത്താവാകാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ കൈക്ക് കയറി അങ്ങ് പിടിച്ചിട്ട്, Glad to meet you, Mr. Gupta. Glad to meet you, Mr. Gupta. Oh, glad to meet you. എന്നിട്ട് അവൾ ചോദിക്കുന്നു, നിങ്ങൾ കല്ലിക്കുന്നുണ്ടോ? എന്താ? നിങ്ങൾ കല്ലിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ടോ? എന്ത് കളി? നിങ്ങൾ ചീറ്റ് കല്ലിക്കുന്നുണ്ടോ? എന്താ? നിങ്ങൾ ചീറ്റ് കല്ലിക്കുന്നുണ്ടോ? ചീട്ട് കളിക്കുന്നു. പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ്റെ അടുത്ത് പെണ്ണ് ചോദിക്കുക, നിങ്ങൾ ചീറ്റ് കളിക്കുന്നുണ്ടോ? അപ്പൊ തന്ത പറഞ്ഞു, നോ, നിങ്ങൾ ഇപ്പോൾ ചീറ്റ് കളിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ടാളും കൂടി ആ പൂന്തോട്ടത്തിൽ ചെന്ന് ഉല്ലസിച്ചോളൂ. യു ഗോ ടു ദി ഗാർഡൻ ആൻഡ് സെലക്ട് എ സെക്ലൂഡഡ് പ്ലേസ് ആൻഡ് ടോക്ക് ഫ്രീലി. സ്വതന്ത്രമായിട്ട് ആ പൂന്തോട്ടത്തിൽ ചെന്ന് സ്വസ്ഥമായ സ്ഥലം കണ്ടുപിടിച്ച് സ്വതന്ത്രമായിട്ട് സംസാരിക്കുക. യു ടോക്ക് ഫ്രീലി, യു ബിഹേവ് ഫ്രീലി. അതിൽ ഒന്നും യു ലജ്ജിക്കേണ്ട കാര്യമില്ല. ഡോണ്ട് ബി ഷൈ, ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി മാരീഡ് വെരി ഷോർട്ട്. താമസിയാതെ നിങ്ങൾ വിവാഹിതരാകാൻ പോവുകയല്ലേ. മനില, യു പ്ലീസ് ടേക്ക് ഹിം ടു ദി ഗാർഡൻ. മിസ്റ്റർ സദാവത്, യു ഗോ വിത്ത് ഹിയർ. അവളിങ്ങോട്ട് വന്ന് സദാവതിൻ്റെ കൈക്ക് പിടിച്ച് കക്ഷത്ത് വെച്ചതാ കൊണ്ടുപോകുന്നു. പാവം സദാവത് 4 വഴിക്ക് നോക്കുക, ഭഗവാനെ ഈ യക്ഷി എന്നെ എവിടാ കൊണ്ടുപോകുന്ന പറഞ്ഞില്ല. കാരണം തൊട്ട കൈക്ക് അവൾ ചോദിച്ച കലിക്കുന്നുണ്ടോന്നാ പോകുന്നു. സഹൃദയരെ, നമ്മളിപ്പോൾ കഥയുടെ 2ാം ഭാഗത്തിലേക്ക് കടന്നു. സുപ്രധാനമായ കഥാശേഷം അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് അല്പനേരം ഒരിടവേള. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1-2 ഗാനങ്ങൾ ഈ വേദിയിൽ നിന്ന് കേൾക്കാം. തുടർന്ന് ഞാൻ കഥ പറയാം. സദാവ്രതനും അയാളുടെ പ്രതിശുദ്ധ വധു മനിലയും ആ പൂന്തോട്ടത്തിൽ സ്വസ്ഥമായ സ്ഥലത്ത് ചെന്നിരിക്കുകയാണ്. ബോസ് പറഞ്ഞനുസരിച്ച് വിവാഹത്തിന് മുമ്പ് തന്നെ അത്രയും അടുത്ത് ഇടപെടുന്നതിലും സംസാരിക്കുന്നതിലൊന്നും തെറ്റില്ലെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതൊരു നമുക്ക് അപരിചിതമായ സംസ്കാരമാണ്. പക്ഷെ അങ്ങനെ ഒരു സംസ്കാരമുണ്ട് ഇവിടെ, നമ്മളറിയാതെ. നേരത്തെ പറഞ്ഞ പോലെ തിരശ്ശീലയ്ക്ക് പിന്നിൽ. പക്ഷേ സദാവതൻ തോന്നിയത് അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടൊരു യാഥാർത്ഥ്യ ലോകത്തേക്കല്ല, സ്വപ്ന ലോകത്തേക്കാണ്. ഞാനിപ്പോൾ സ്വപ്ന ലോകത്താണ്. ഞാനിപ്പോൾ ഇന്ത്യ കണ്ടു, ഞാനില്ലാത്തൊരു ഇന്ത്യ. ഈ കഥ പറയുന്ന ഞാനില്ലാത്തൊരു ഇന്ത്യ. ഈ കഥ ദയാപൂർവം കേട്ടിരിക്കുന്ന പോളിടെക്നിക്കിലെ ഒരാളുമില്ലാത്ത ഇന്ത്യ, നമ്മൾ ആരുമില്ലാത്തൊരു ഇന്ത്യ, ഒരു പുതിയ ഇന്ത്യ, സുഖിമാന്മാർ മാത്രമുള്ള ഒരു ഇന്ത്യ. ഇതാ എൻ്റെ ചുറ്റും വർണ്ണപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടം, തൊട്ടടുത്ത് ഒരു അപ്സര സുന്ദരി. ഞാൻ സ്വപ്നലോകത്ത് തന്നെയാണ്. സ്വർണ്ണച്ചിറകിൽ പറന്നു ഞാനിങ്ങോർ സ്വപ്നലോകത്തിൽ വന്നെത്തി. സ്വർണ്ണച്ചിറകിൽ പറന്നു ഞാനിങ്ങോർ സ്വപ്നലോകത്തിൽ വന്നെത്തി. സ്വർണ്ണമണിസ്വാനം പെയ്യുന്നോരപ്സര കന്യയും എന്നടുത്തെത്തി. സ്വർണ്ണമണിസ്വാനം പെയ്യുന്ന
നീയും എന്നടുത്തെത്തി. ഈ പെണ്ണിനോട് സംസാരിച്ചില്ലെങ്കിൽ അവൾക്കെന്ത് തോന്നും? അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം സദാവൃതം ചോദിച്ചു. മനില, ഞാൻ കാരണം നിങ്ങളുടെ ചീട്ടുകളി മുടങ്ങിയെന്ന് തോന്നല്ലോ. ഞാൻ കാരണം നിങ്ങളുടെ ചീട്ടുകളി മുടങ്ങിയെന്ന് തോന്നല്ലോ. നോ, ഇന്ന് 3 മണി മുതൽ കളിക്കുകയായിരുന്നു. ഇന്നെൻ്റെ മനസ്സിന് വല്ലാത്ത അസ്വാസ്ഥ്യം മിസ്റ്റർ ഗുപ്ത. എന്താണ് അസ്വാസ്ഥ്യത്തിന് കാര്യം? എൻ്റെ പെഗിയെ ചൊല്ലിയാണ് എനിക്ക് അസ്വാസ്ഥ്യം. ആരെ ചൊല്ലി? പെഗി. ആര്? പെഗി. പെഗിയോ? അതാരാണ്? ഓ മൈ ഗാഡ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എൻ്റെ പെറ്റ് ഡോഗ്, എൻ്റെ വളർത്തു നായ പെഗി. അവനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലേ? എത്ര നല്ല നായാണെന്നറിയാം എൻ്റെ പെഗി. അവൻ്റെ ബുദ്ധി സാമർഥ്യം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും മിസ്റ്റർ ഗുപ്ത. കുഴപ്പമാ, എവളെ കല്യാണം കഴിച്ചാലും കുഴപ്പം. അവൾക്കൊരു പട്ടി ഉണ്ടത്രേ. അവളതിനെ കൂടെ കൊണ്ടു നടക്കും. ഇപ്പം അതിനെ കൊണ്ടുവന്നിട്ടില്ല, അതിന് സുഖമില്ല. അതുകൊണ്ട് അവൾക്ക് വല്ലാത്ത അസ്വാസ്ഥ്യം. നമ്മളും പട്ടിയെ വളർത്താറുണ്ട്, പക്ഷെ കൂടെ കൊണ്ടു നടക്കാനല്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അപരിതന്മാർ വന്നാൽ ഒന്ന് ശബ്ദിച്ച് നമ്മളെ അറിയിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഉള്ള എച്ചിലൊക്കെ വാരിക്കൊണ്ടിട്ട് കൊടുത്തത് കഴിക്കാൻ വേണ്ടി. നാടൻ പട്ടിയെ കണ്ടിട്ടില്ലേ? അൽസേഷൻ, അതിപ്പോൾ സാധാരണ എല്ലാ വീട്ടിലും കാണില്ല. നമ്മുടെ നാടൻ പട്ടികൾ ഒക്കെ വല്ലതൊക്കെ വാരിക്കൊണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ വിളിക്കുമല്ലോ നമ്മുടെ പട്ടിയെ, ബോ. അങ്ങനെയാണ് നമ്മുടെ പട്ടി. പക്ഷെ ഇത് കൂടിയ പട്ടി. പെഗി. അവൻ്റെ പേര് കേട്ടില്ലേ? പെഗി. എത്ര നല്ല നായാണെന്നറിയാം എൻ്റെ പെഗി. വലിയ ഷാഡിക്കാരനാണ് മിസ്റ്റർ ഗുപ്ത, വലിയ ഷാഡിക്കാരനാണ്. നിങ്ങൾ പൈപ്പ് വാട്ടർ കൊടുത്താൽ അവൻ കുടിക്കൂല. അറ്റ് ദി സെയിം ടൈം ഐസ് വാട്ടർ കൊടുത്താൽ അപ്പോൾ കുടിക്കും. വലിയ ഷാഡിക്കാരനാണ്. എൻ്റെ കൂട്ടത്തിൽ ഉറങ്ങും. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് ഉറക്കം. അവളും പട്ടിയും ഒന്നിച്ചാണ് ഉറക്കം. അപ്പം അവളെ കല്യാണം കഴിച്ചാലും കുഴപ്പമാണ്, പട്ടി മാറത്തില്ല. പട്ടി എപ്പോഴും കൂടെ കാണും. ഇതിനിടയ്ക്ക് ഒരാളൊരു പാത്രത്തിലൊരു രണ്ട് ഗ്ലാസ് നിറയെ എന്തൊരു പാനീയം കൊണ്ടുവച്ചിട്ട് പോയി. ഒരു ട്രെയിൽ എന്തൊരു സാധനം കൊണ്ടുവച്ചിട്ട് പോയി. ആ ക്ലബിലെ ബെയറർ ഒരു സാധനം കൊണ്ടുവച്ചിട്ട് പോയി. ഇതെന്താണ്? സദാവതിന് ഇതൊന്നും പരിചയമില്ലല്ലോ, അയാൾ ഈ ക്ലബ്ബിൽ പോയിട്ടില്ലല്ലോ. ഇതെന്താണ്? റം. നിങ്ങൾ റം കഴിക്കില്ലേ? ഡാഡി കൊടുത്തയച്ചാൽ നമുക്ക് രണ്ടാൾക്കും കഴിക്കാൻ. റം കഴിക്കില്ലേ? വിസ്കിയെ കഴിക്കുള്ളൂ. എങ്കിൽ വിസ്കി വരുത്താം. ബെയറർ വിസ്കി. അദ്ദേഹം റം കഴിക്കില്ല, വിസ്കി. മനില, ഞാനിതൊന്നും കഴിക്കില്ല. നാടനല്ല, പ്യുവർ ഫോറിൻ. നാടൻ മദ്യം ഞങ്ങൾ ക്ലബ്ബിൽ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പോൾ അവിടെ ലോകത്ത് മദ്യപിക്കാത്തവരില്ലെന്നർത്ഥം. അവൾ ഉൾപ്പെടെ എല്ലാവരും മദ്യപിക്കുന്നർത്ഥം. ഇയാൾ കുടിക്കുവോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്. റം അല്ലെങ്കിൽ വിസ്കി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. റം അല്ലെങ്കിൽ വിസ്കി, വിസ്കി അല്ലെങ്കിൽ ബ്രാൻഡി, ബ്രാൻഡി അല്ലെങ്കിൽ ജിൻ. എന്താണ് ഈ വിസ്കി, ബ്രാൻഡി, ജിൻ എന്നൊക്കെ പറഞ്ഞാൽ 10 പണമുള്ളവൻ കഴിക്കുന്ന മദ്യം. പാവപ്പെട്ടവരും മദ്യം കഴിക്കുന്നുണ്ട്. വെട്ടിരുമ്പ്, കൊട്ടുകൂടി, അട്ടച്ചാരായം, വട്ടച്ചാരായം, ഇത് കൂടിയ മദ്യം. എൻ്റെ പെഗിയും റം കഴിക്കും മിസ്റ്റർ ഗുപ്ത. പെഗിയും റം കഴിക്കും. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച റമ്മേ അവൻ കഴിക്കൂ. ഇതിനിടയ്ക്ക് ഒരു വിളി കേട്ടു. മനില, ഡാഡി വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെയുണ്ട്. മിസ്റ്റർ ഗുപ്ത, ഡാഡി വരുന്നു. ബോസ് വന്നു. ഹലോ മിസ്റ്റർ സദാവത്, ഹൗ ഈസ് യുവർ എൻജോയ്മെൻറ്റ്? എങ്ങനെയുണ്ട് ഉല്ലാസം? നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങളെ ഈ ക്ലബിലെ മെമ്പറാക്കി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഈ ക്ലബിലെ മെമ്പറായി കഴിഞ്ഞു. ഞാൻ മെമ്പർഷിപ്പ് ഫീ പേ ചെയ്ത് കഴിഞ്ഞു. 1500 കൊടുത്തു കഴിഞ്ഞു. നിങ്ങളെല്ലാ ക്ലബിലും മെമ്പർഷിപ്പ് എടുക്കണം. എൻ്റെ മകൾ മനിലയ്ക്ക് മെമ്പർഷിപ്പ് ഉള്ള എല്ലാ ക്ലബിലും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. എന്തിനാണ് നമ്മൾ ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്? നിങ്ങൾക്കറിയില്ല, അതിൻ്റെ ഉപയോഗം മനസ്സിലാവില്ല. കേവലം 1500 കൊണ്ട് നമ്മൾ വലിയ ആയിട്ടുള്ള അക്വൈൻറ്റൻസ് നമ്മൾ നേടുന്നു, പരിചയം നേടുന്നു. ആ പരിചയം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. കേവലം ഒരു ഫോൺ കാൾ കൊണ്ട് ലാക്സ് ഓഫ് റുപ്പീസ് നമ്മൾ നേടുന്നു. നിങ്ങളിപ്പോൾ ഈ ക്ലബിലെ മെമ്പറായി കഴിഞ്ഞു. ഫീ ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു. വരൂ, അവിടെ പലരും കാത്തിരിക്കുന്നു. നിങ്ങളെ മനസ്സിലായില്ല, പലരും കാത്തിരിക്കുന്നു. എൻ്റെ വുഡ് ബി സണ്ണിലെ കാണാൻ പലരും കാത്തിരിക്കുന്നു. ആർ ബാലകൃഷ്ണപിള്ള, ഇന്നലെ ഗംഗാധരൻ, പലരും അവിടെ കാത്തിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. മരുമോനെയും വിളിച്ചോണ്ട് അദ്ദേഹം മരുമോനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിത്പുരിയെ ലക്ഷ്യമാക്കി ഇതാ അന്നത്തെ കാർ, കൊട്ടാരം പോലത്തെ കാർ, ചലിക്കുന്ന കൊട്ടാരം അടിച്ചു പറത്തിക്കൊണ്ട് പോകുന്നു. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിത്പുരിയിൽ. ഗണികാ മന്ദിരമണയുന്നതിന് ഒരു യുവധനികൻ, ഗണികാ മന്ദിരമണയുന്നതിന് ഒരു യുവധനികൻ. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിത്പുരിയിൽ. റഗല്ലാൽ തന്നെ വന്നിറങ്ങി.
പത്മാറാണിക്ക് ഇതിപ്പനം സന്തോഷമുണ്ടോ? അവരിറങ്ങിച്ചെന്നു പരിഭവമായി. നല്ല ആളാ. അന്ന് കുസുമൻ ചത്ത ദിവസം ഇറങ്ങിപ്പോയല്ലേ, പിന്നെ ഇവിടെ കയറിയിട്ടുണ്ടോ? ഇങ്ങനെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും മോനെ? പത്മാറാണിയമ്മേ, ഞാൻ പരിഭവിച്ചല്ല വരാത്തത്. സമയമില്ല, ഐ എം വെരി ബിസി, വളരെ തിരക്കിലാണ്. ഇപ്പം തന്നെ സമയം ഉണ്ടായിട്ട് വന്നല്ല. കഴിഞ്ഞ ഫ്ലൈറ്റിന് വന്നു, അടുത്ത ഫ്ലൈറ്റിന് പോകുന്നു. ഇതിനിടയ്ക്ക് 2 മണിക്കൂർ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആട്ടെ, പുതിയ ഇറക്കുമതി വല്ലതും ഉണ്ടോ? ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഈ എച്ചിലൊന്നും വേണ്ട. അവൻ്റെ സ്വഭാവം തള്ളയ്ക്കറിയാം. അതവർ പല പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ പ്രകൃതം ഒന്ന് പ്രത്യേകമാണ്. ആഘ്രാത പുഷ്പമാവന്നു വേണ്ട, ആരും തൊടാത്തതാണേറെ ഇഷ്ടം. ആഘ്രാത പുഷ്പമാവന്നു വേണ്ട, ആരും തൊടാത്തതാണേറെ ഇഷ്ടം. ആരും തൊടാത്തതിൽ എന്തുമേറും ആയിരങ്ങൾ പതിനായിരങ്ങൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ. ആഘ്രാത പുഷ്പമാവന്നു വേണ്ട, ആരും തൊടാത്തതാണേറെ ഇഷ്ടം. ആരും തൊടാത്തതിൽ എന്തുമേകും ആയിരങ്ങൾ പതിനായിരങ്ങൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ. മോനെ, നിന്റെ ടേസ്റ്റ് അനുസരിച്ച് ആളുണ്ട്, പക്ഷെ തുക കൂടും. 25,000. പിന്നെ 25,000 കാണട്ടെ, പിന്നെ നിശ്ചയിക്കാൻ തുക. ആ തള്ള ഇന്ന് 17-ാം നമ്പർ മുറി തുറന്നു. ഒരു പെണ്ണിറങ്ങി വന്നു, കുന്തി. മോനെ, അവിടെ അനിയത്തിയ 5,000 അങ്ങോട്ട് കൊടു, 20,000 മറ്റന്നാൾ കൊടുത്താൽ മതി. അവൻ ഇഷ്ടപ്പെട്ടു. ബ്രീഫ് കേസ് തുറന്ന് 5,000-ൻ്റെ ഒരു കെട്ട് നോട്ട് എടുത്ത് കൊടുത്തു. കുന്തി പേടിച്ചു പോയി. അമ്മേ, ഇതെന്തിനാണ്? എന്തിനാണമ്മേ? എടി പെണ്ണെ, പണം കാണുമ്പോൾ പേടിച്ചു പോയി. നിന്റെ ബന്ധപ്പാട് ഓർത്ത് അമ്മ ഏർപ്പാട് ചെയ്തൊരു ബിസിനസ്സാ. ഇത് 5,000 ഉണ്ട്, 20,000 മറ്റന്നാൾ രാവിലെ തരും. നീ എന്ന് നിന്നെ അനിയത്തി എഞ്ചി വിളിച്ചോണ്ട് പോവാ. അവൾ ആ നോട്ട് കെട്ടെടുത്ത് റഹ്ലാന്റെ മുഖത്തേക്ക് ഒറ്റ ഏറ് വെച്ചു. എനിക്ക് ആവശ്യമില്ല, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട. ജീവനും കൊണ്ട് ഓടുന്നവൾ പാവം കുന്തി അനുജത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാടെല്ലാം പെടുന്നത് അതിനു വേണ്ടിയാണ്. താനോ നശിച്ചു, അനുജത്തിയെങ്കിലും രക്ഷപ്പെടണം. അവളെ വിദ്യാഭ്യാസം ജയിക്കണം, ജോലി നേടിക്കൊടുക്കണം, അവൾക്ക് കല്യാണം കഴിച്ച് അയക്കണം. പക്ഷേ അനുജത്തൊരു വിദ്യാഭ്യാസം തുടങ്ങിയിരിക്കുന്നു. അനുജത്തിയുടെ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം. ചേട്ടത്തി ഇല്ലാത്ത തക്കം നോക്കി അവളങ്ങ് ഇറങ്ങും. 24 മണിക്കൂറും കൽക്കത്ത നഗര ഉത്സവപ്പറമ്പ് പോലല്ലേ, 24 മണിക്കൂറും സജീവമാണ്. നിദ്രാവിഹീനമായ രാത്രികളാണ് ഈ 24 മണിക്കൂറും നമ്മുടെ കൽക്കത്ത പട്ടണത്തിന്. ഈ പെണ്ണിറങ്ങിപ്പോവും, ചേട്ടത്തി ഇല്ലാത്ത തക്കം നോക്കി ഇറങ്ങിപ്പോവും. ആദ്യത്തെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുന്നു. ആദ്യം വരുന്ന ബസ്, ഇന്ന ബസ് നിർബന്ധമില്ല, ആദ്യം വരുന്ന ബസ്സിൽ അവൾ കയറും. ഉടനെ വരുന്നു കണ്ടക്ടർ. ടിക്കറ്റ്, ടിക്കറ്റ്. കൽക്കത്തയിലെ കണ്ടക്ടർ വളരെ മര്യാദക്കാരനാണ്. ടിക്കറ്റ്, ടിക്കറ്റ്. നമ്മുടെ കണ്ടക്ടർ അറിഞ്ഞൂടാ, ഇവിടുത്തെ കണ്ടക്ടറെ. വല്ലവരും ടിക്കറ്റ് എടുക്കാണല്ലോ? ഇല്ലേ? ടിക്കറ്റ്, ടിക്കറ്റ്. സാർ, ഒരു ബാലിഗഞ്ച് തരൂ. ബാലിഗഞ്ച് ഈ ബസ്സിലോ? നമ്പർ നോക്കിയോ? ബസ്സിന്റെ നമ്പർ നോക്കിയോ? ഇറങ്ങിപ്പോവും, അടുത്ത ബസ് വരും പോവും. സാർ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ പട്ടണത്തിൽ ആദ്യമാണ്. എനിക്ക് എത്ര നമ്പർ ബസ്സിൽ കയറണം സാർ? ഏത് സ്റ്റോപ്പിൽ നിൽക്കണം സാർ? അവൾ അഭിനയിക്കുകയാണ്, അവൾ അജ്ഞത നടിക്കുകയാണ്. അവൾക്ക് അറിയാവുന്നു, അവൾക്ക് എല്ലാം അറിയാം. അവിടെ ഇറങ്ങി നിൽക്കൂ, 4-ാം നമ്പർ ബസ് വരും, കയറി പോയിക്കോളൂ. ബെല്ല് കൊടുത്തു, പെണ്ണിറങ്ങിപ്പോയി. ബസ് നീങ്ങി. അതുവരെ വടിയും പിടിച്ചെന്നൊരു മൂപ്പിന്ന് പെട്ടെന്ന് അയ്യോ 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 എന്താ? എന്തോ വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി എന്റെ പൈസ വണ്ടി നിർത്താൻ പറ, വണ്ടി നിർത്താൻ പറയണേ, വണ്ടി നിർത്താൻ പറയണേ, ഇന്നു വണ്ടിയുടെ എഞ്ചിന്റെ ആപ്പിടാൻ പറയണേ. എന്തോ ഈ അമ്മാവൻ പറയുന്നേ? എഞ്ചിന്റെ ആപ്പിടാൻ പറയണേ. എന്ത് പറ്റി അമ്മാവാ? പേഴ്സ് പോയത്. പേഴ്സോ? പോയി. ആ തപ്പിയെടുക്കാം. നിങ്ങൾ വല്ലതും എടുത്തോ? പേഴ്സ് വണ്ടിക്കകത്ത് നോക്കാം നോക്കാം. സകലരും തപ്പണം, സകലരെയും തപ്പണം, തപ്പണം തപ്പണം. എല്ലാരെയും തപ്പണം, എല്ലാരെയും തപ്പണം. സകലരെയും തപ്പണം. സ്ത്രീകളെയും തപ്പണം. അമ്മാവോ, എന്തോ വീട്ടിൽ നിന്ന് എടുത്തായിരുന്നു? എടുക്കുന്നേ, ചിട്ടി പിടിച്ച കാശ്. എന്താ മോളുണ്ടായിരുന്നില്ല കൂടെ? അമ്മാവന്റെ മോളെ. അമ്മാവന്റെ മോള് കൂടെ ഉണ്ടായിരുന്നല്ലോ. മോളല്ല, ഇവിടെ ഒരു പെണ്ണ് നിന്ന് എന്റെ മോളല്ല, അമ്മാവന്റെ എന്റെ മോളല്ല, എന്റെ മോളല്ല. എന്താ എന്താ തട്ടേ മുട്ട അനാവശ്യം പറയരുത് കേട്ടോ, അനാവശ്യം പറയരുത്. നിന്റെയൊക്കെ മനസ്സിരിപ്പാടാ പറയുന്നത്. അമ്മ
അവൻ ആള് മോശമല്ലേ എന്റെ വക പോയേ സങ്കടപ്പെടാതെ എന്റെ വക പോയേ അമ്മാവ കരയാതെ അമ്മാവ് എന്തോ എന്താ എന്താ ഈ പയ്യൻ ചോദിക്കുന്നേ അയ്യോ അമ്മാവ് ചെവിടും പേഴ്സിനകത്തെ ആ. എത്ര രൂപ ഉണ്ടായിരുന്നു തുകയോ? 1.25 രൂപ. വണ്ടി വിടോ? 1.25 രൂപയും കൊണ്ട് അവള് പോയി. അവളതിനെ കയറിയത്, അവൾക്കൊന്നും വേണ്ടായിരുന്നു. ശാന്തിയുടെ പരിപാടി ഇതാ, കയറുമ്പോൾ കിട്ടുന്ന അടിച്ചുകൊണ്ട് ഇറങ്ങി പോവുക. പേഴ്സ് കിട്ടി, 1.25 രൂപയുണ്ട്. റെസ്റ്റോറൻറ്റിൽ കയറി, ചായ വന്നു, പലഹാരങ്ങൾ വന്നു. ചായ ചുണ്ടോണ്ട് അടുപ്പിച്ചപ്പോൾ അടുത്ത മുറി ചേച്ചി 4-5 ആൾക്കാർ. പെട്ടെന്നവൾ ഇറങ്ങിപ്പോയി, ജനക്കൂട്ടത്തിൽ മറഞ്ഞു. ചോദിക്കൂ ശാന്തിയോട്, എന്താ കൽക്കത്ത നഗരമെന്ന്. ഇപ്പോഴവൾ പറഞ്ഞു, കൽക്കത്ത നഗരമെനിക്കൊരു കൽക്കണ്ടക്കനിയാണല്ലോ, നുകർന്നെടുക്കും രാജിക്കനിയുടെ നൂതന മധുരാപിയൂട്ടം. കൽക്കത്ത നഗരമെനിക്കൊരു കൽക്കണ്ടക്കനിയാണല്ലോ, കൽക്കണ്ടക്കനിയാണല്ലോ. അവിടെ ജ്യേഷ്ഠത്തി കുന്തി അഭിനയിക്കുന്ന നാടകം 1 മണിക്കൂറിനുള്ളിൽ അരങ്ങേറും. സുവനീർ എഞ്ചിനീയറിംഗ് ഫാക്ടറിയുടെ വാർഷികത്തിൽ അവതരിപ്പിക്കുന്ന നാടകം, കുന്തി അഭിനയിക്കുന്ന നാടകം. കോടീശ്വരൻ ബോസ് കൽക്കത്തയിലെ സകല കോടീശ്വരന്മാരെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതാ വില കൂടിയ വണ്ടികളിൽ, ഫോറിൻ കാറുകളിൽ കോടീശ്വരന്മാർ വന്നിറങ്ങുന്നു. കച്ചുത്തൂവിന് കയ്യും കാലും വെച്ച് ഗാന്ധി തൊപ്പിയും ജൂബായും എല്ലാം ഇട്ട് ഇറക്കിയ ജാതി കുറേ എണ്ണം വന്നിറങ്ങുന്നു. ബോസ് ഓടിച്ചെന്ന് ഹസ്തദാനം ചെയ്ത് എല്ലാവരെയും കൊണ്ടിരുത്തുന്നു. തൊട്ട് മുമ്പിൽ കുറേ സെറ്റ് ഇട്ടിരിക്കുന്നു, വില കൂടിയ സെറ്റുകൾ, VIP വേണ്ടിയുള്ളതാണ്. അതിലൊരു ഒന്നിലിരിപ്പുണ്ട് പെണ്ണ്, മനില മുതലാളിയുടെ മോള്. അവിടെ മടിയിലുണ്ട് പട്ടി പെഗി. അതിന് സുഖമായി അവൾ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഈ ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോൾ പട്ടിക്കൊരത കേട്. പെഗി don't be silly, I will thrash you, I will punish you, don't be silly. വീണ്ടും ഒരു കാർ വന്നു. ഇതാ ഇറങ്ങുന്നു അദ്ദേഹം, ഖദർശാലും ഗാന്ധി തൊപ്പിയും വളഞ്ഞൊടിയാട്ട് ശിവപ്രസാദ് ഗുപ്ത. പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മന്ദാകിനി. ബോസ് എന്ന് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു കൊണ്ടുവന്നു. പെണ്ണിൻ്റെ അടുത്തിരുത്തി, മനിലയുടെ അടുത്തിരുത്തി. ഈ തൊപ്പിയും വേഷമൊക്കെ കണ്ടപ്പോൾ പട്ടിക്ക് പിന്നെ അതൊക്കെയാണ്. പെഗി Don't you know Mr. Shivaprasad Gupta, the famous political sufferer? അവള് പട്ടിയോട് ചോദിച്ചു കേട്ടില്ലയോ, പ്രശസ്ത രാഷ്ട്രീയ യാതനക്കാരനായ ശിവപ്രസാദ് ഗുപ്തയെ നീ അറിയത്തില്ലയോടാ പട്ടിന്ന്. എന്താ നാടകം തുടങ്ങാത്തത്? ആളിലൊക്കെ വാച്ച് നോക്കുന്നു. പറഞ്ഞ സമയം ഒരു പരിപാടി ഇട്ട പഞ്ചിലോട്ട് നടക്കണ്ടേ? ഒരുപാട് സമയമായല്ലോ. അങ്ങനല്ല, പലരും വരാനുണ്ട്. ആരോ വരാറുണ്ട്. ആ നാടകം തുടങ്ങാത്തതേ. ഒരു പെണ്ണിരിക്കുന്നതിനടുത്തൊരു സെറ്റ് ഒഴിഞ്ഞിട്ടിരിക്കുന്നു. മനിലയുടെ തൊട്ടടുത്തൊരു സെറ്റ് ഒഴിഞ്ഞിട്ടിരിക്കുന്നു. അത് സദാവതൻ ഇരിക്കാനുള്ളതാണ്. സദാവതം വന്നിട്ടില്ല. അത് മുതലാളിക്ക്, ആളുകൾ മുഷിയുന്നുണ്ട്, മുതലാളിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, യെസ് ഇറ്റ് ഈസ് ടു ലേറ്റ്, ഹി മേ ബി ലേറ്റ്, അയാൾ താമസിച്ചേക്കാം. ലെറ്റ് us start now, നമുക്ക് തുടങ്ങാം, നാടകം ആരംഭിക്കട്ടെ. അദ്ദേഹം ഓർഡർ കൊടുത്തു കഴിഞ്ഞു. കർട്ടൻ വീണ് കിടക്കുക, കുറേ നേരമായിട്ട് അങ്ങനെ കിടക്കുക. അകത്ത് പലരും മീശയൊക്കെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് കുത്തിയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അനൗൺസ്മെൻറ്റ്. നാടകം ആരംഭിക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ നാടക സമിതി സെക്രട്ടറി മിസ്റ്റർ സന്യാൽ എഴുതിയ ഒരു സമൂഹഗാനം ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ആ ഗാനം രചിച്ചതും അതിന് സംഗീതം പകർന്നതും ആ ഗാനം ലീലയാകുന്നതും മിസ്റ്റർ സന്യാൽ തന്നെ. മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന അറിയാതെ കലാകാരന്മാർ അതിന് മുമ്പിൽ കിടന്നങ്ങ് മലായിക്കുകയാണ്. ഓ, നന്നായിരിക്കണം, നല്ല രസമാണ്, കരുതി പെരുമാറണം. പിന്നെ ഏറ്റവും മുമ്പിലിരിക്കുന്ന ആരൊക്കെയാണെന്നറിയാം? നമ്മുടെ ശിവപ്രസാദ് ഗുപ്ത സാർ, അദ്ദേഹത്തിന്റെ ഭാര്യ മന്ദാകിനി, അദ്ദേഹത്തിന്റെ മരുമോടെ പട്ടി. അടിച്ചതുപോലെ അടിച്ചേക്കാം. അത് ഞാൻ പിന്നെ ചേർത്തോ മൈക്ക് നമ്മൾ വല്ല അനാവശ്യം പറഞ്ഞു, തെറ്റെല്ലാം പറഞ്ഞു. തെറ്റൊന്നും പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യും, മൈക്കിന്റെ ആപ്പം കിട്ടരെ. ഞങ്ങൾ പറയുമ്പോ ആപ്പെടുത്താൽ മതി. കുറെ ജോലി ഉണ്ടല്ലോ, സ്വല്പം ഒന്ന് സമയം കളയണ്ട. ചേർത്തോ ഒന്നൂടെ പിടി. ആ ബുളുബിളൊന്ന് പിടിച്ചേ. കേറി പോട്ടെ. പോരാ
പോട്ടെ. ആ ആ കൊള്ളാം, അവിടെ പിടിച്ചു. അവിടെ പിടിച്ച് കെട്ടിക്കളാം. ഇടിക്കോ എന്നെ ഇറങ്ങിപ്പോ. ഇനി അത് ഡോലക്ക്. ഞാൻ റെഡിയാണല്ലോ. ഡോലക്ക് ഇത് ഇന്നലെ ചേർത്ത്. ഇന്ന് പാടാൻ ഇന്നലെ ചേർത്താ മതി. ആശാനെ പരീക്ഷിക്കും. ആശാൻ കൊള്ളാം. Correct. അവര് ഇപ്പോഴാണോ സാധകം? എല്ലാം റെഡിയാണല്ലോ. വെള്ളം കിട്ടിയല്ലോ. വെള്ളം ചൂടുവെള്ളം കിട്ടിയില്ല, കൊണ്ട് മേടിച്ചു വെച്ചല്ലോ. ബാക്കി എല്ലാം റെഡിയാണ്. അപ്പൊ എല്ലാം റെഡി തന്നെ. ആപ്പെടുത്തേരെ വെള്ളം കൊണ്ടാ വാറ് പാടാൻ പോയി. മൈക്കിന്റെ ആപ്പെടുത്തിട്ടിരിക്കുന്നു. ഒരു വരി പിടിയാശാൻ. വെള്ളം ഇവിടെ വെള്ളം കൂടെ. ആരെ വെള്ളം തരാൻ ആരുമില്ല, പോകുന്ന വഴി കുടിക്കാൻ തരും. ശ്രീമൽ ബോസിൻ പങ്കാം ഫാക്ടറിയുടെ വാർഷിക ജയ ജയ ലക്ഷക്കണക്കിന് പങ്കമേടിക്കുന്ന കേന്ദ്ര സർക്കാരിന് മംഗളം മംഗളം. വിവിധ പങ്കകൾ വിലക്കെടുക്കുന്ന മഹത്തുക്കൾക്കും മംഗളം മംഗളം. ഇവിടെ കൂടിയവർക്കും മംഗളം. ഇത് കൂടാനിരിക്കുന്നവർക്കും മംഗളം. പട്ടി കൊരച്ചു. ബോസ് ഓടി അകത്തിയൊന്നു. ആരവിടെ പാടിയത്? ആരോട് ചോദിച്ചിട്ട് പാടി? ഇങ്ങനെ ഐറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. ധിക്കാരമാണ് കാണിക്കുന്നത്. ആണുങ്ങളെ വിളിച്ചു കൂട്ടി ആക്ഷേപിക്കുന്നു. ആരാണ് പാടിയത്? പാടിയവരാരുമില്ല. നാടകം നടക്കട്ടെ. മുതലാളി ഇറങ്ങി അങ്ങ് പോയി. കലാകാരന്മാര് പേടിച്ചു. അവർ തമ്മി ചോദിക്കുന്നു. ആശാനെ പങ്കമേളം നന്നായി, നന്നായിരുന്നു. പിന്നെ ഇനി മുതലാളി എന്തിനാ ഗൗരവപ്പെട്ടെ? കാശുണ്ടെന്ന് വിചാരിച്ച കല ആസ്വദിക്കാൻ ജ്ഞാനം വേണം. പ്രത്യേക ജ്ഞാനം വേണം. പട്ടി അയാളെ മോളെ പട്ടി പറഞ്ഞാൽ നമ്മളെ ചാരത്തിൽ കിടക്കുന്ന പട്ടിയാകും കയ്യാണോ കൊണ്ട് നടക്കുന്നത്? വേണ്ട വേണ്ട, നിങ്ങൾ വിളിച്ചു മൈക്ക് ബെല്ലുകൊണ്ട് ലൈറ്റ് ഓഫായി. നല്ല ഇരുട്ട്. സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു. കർട്ടൻ ഉയർന്നു. കർണാടക രാജ്യ രാജവന്തിയുടെ വേഷമിട്ട കുന്തി പുഷ്പാഭരണ വിഭൂഷിതയായി അഞ്ജലിബദ്ധയായി നിന്നൊരു പ്രാർത്ഥനാഗാനം ആലപിക്കുന്നു. കാശ്യപേയം മഹാതിഥിം സ്വസ്ഥാരിം സർവപാപഘ്നം പ്രണതോസ്യവിവാദം. നാടകം കഴിഞ്ഞു. നാടകം നന്നായിരുന്നു. വീണ്ടും അനൗൺസ്മെന്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, our chief guest Mr. Shivaprasad Gupta, the famous political sufferer, is glad to award a gold medal to Miss Kundi Guha, who enacted the role of Lajavanti, the Queen of Karnataka. ഉടനെ അതിന്റെ തർജ്ജമയുണ്ടായി. കർണാടക രാജ്യ രാജവന്തിയുടെ വേഷമിട്ട കുന്തിക്ക് ഉണ്ട് 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 കുന്തിക്ക്
നമ്മുടെ ശിവപ്രസാദ് ഗുപ്ത സാർ ഇവിടെ വെച്ച് ഒരു സ്വർണ്ണ മെഡൽ സമ്മാനിക്കുന്നതാണ്. മുതലാളിമാരെല്ലാം കൈയടിച്ചോട്ടെ. നേതാവ് നടിക്ക് സമ്മാനം കൊടുക്കാൻ പോകുന്നു. കർട്ടൻ ഉയർന്നു, നടി പ്രത്യക്ഷപ്പെട്ടു. അവൾ വേഷമെല്ലാം അഴിച്ചു തന്നിട്ടില്ല. അവൾ തൊഴുകൈയോടെ വന്നു. മഹാജനങ്ങളെ ക്ഷമിക്കണം, ഞാൻ ഈ മെഡൽ നിരസിക്കുന്നു. ശിവപ്രസാദ് ഗുപ്ത സാറിന് മെഡൽ നൽകാൻ അവകാശമുള്ള പോലെ അത് നിരസിക്കാൻ എനിക്കും അധികാരമുണ്ട്. എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ് ശിവപ്രസാദ് ഗുപ്ത. കൊലയാളികളെ ഞാൻ വെറുക്കുന്നു. അവരിന്ന് പാരിതോഷ്യം സ്വീകരിക്കുന്ന അവമാനമായി കഴിയുന്നു. ഞാൻ ഈ മെഡൽ നിരസിക്കുന്നു.